ഇന്നിവിടെ തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ 764 പരിപാടി നരകാസുരവധം കഥകളിയും അതുപോലെ തന്നെ അതിനു മുന്നോടിയായി നരകാസുരവധത്തിൻ്റെ ചരിത്ര വഴികൾ എന്ന വിഷയത്തെപ്പറ്റി കഴിഞ്ഞ തലമുറയിലെ പ്രധാന നടന്മാരുടെ അവതരണ രീതികളെക്കുറിച്ചുള്ള അവലോകനം ശ്രീവത്സൻ തീയാടി നടത്തുന്നതാണ്. അതിനു മുൻപായി ഒരു ആമുഖമായി സംസാരിക്കുന്നതിന് വേണ്ടി കൃഷ്ണ മാഷിനെ ക്ഷണിക്കുന്നു. അതിനു മുമ്പായി ഇന്ന് ഈ അടുത്ത് ദിവംഗതനായ നരിപ്പറ്റ നാരായണൻ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുന്നത് അഭ്യർത്ഥിക്കുന്നു. കൃഷ്ണ മാഷെ ക്ഷണിച്ചോളുന്നു. ശ്രീവത്സൻ തീയാടിയെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമൊന്നുമില്ല. നമ്മുടെ കഥകളി ക്ലബിൻ്റെ മെമ്പറാണ്. ധാരാളമായിട്ട് ഇവിടെ വന്ന് കളി കാണുന്ന ആളാണ്. ഒരു എഴുത്തുകാരനാണ്, ജേർണലിസ്റ്റാണ്. അപ്പം അങ്ങനെ പല മേഖലകളിലുകൊണ്ട് മിക്കവാറും പേർക്ക് അറിയുന്നുണ്ടാവും. കഴിഞ്ഞ തലമുറയിലെ മിക്കവാറും കലാകാരന്മാരുടെ പ്രകടനങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീവത്സൻ തീയാടി. അങ്ങനെ കാണാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി, വളരെ ഗവേഷണാത്മകമായി അവരൊക്കെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു ത്വരയും അദ്ദേഹത്തിനുണ്ട്. നമുക്കിന്ന് ലഭിച്ചിട്ടുള്ള ഈ പ്രഭാഷകൻ വിലയേറിയ ഒട്ടേറെ വിവരങ്ങൾ നമുക്ക് നൽകും, അറിവുകൾ നമുക്ക് നൽകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു പതിവില്ലാത്ത രീതിയിൽ 2 ജോഡി ലേശം അശ്ലീല ചൊവ്വ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കാവുന്ന 4 വാക്കുകളോടെ വേണ്ടി വരും ഇന്നത്തെ ഒരു ഘടന പ്രകാരം എൻ്റെ പ്രഭാഷണം ആരംഭിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. 1 മൂക്കും മുലയും, 2 ലിംഗമോ ഭഗമോ. ഇതെന്താണെന്നുള്ളത് നമുക്ക് ഈ നടുഭാഗത്തോടു കൂടി അഥവാ എന്തെങ്കിലും സംശയം ഉള്ളവർക്ക് തെളിഞ്ഞു കിട്ടും. ഈ 2 വാക്കുകൾ 4 വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ഒരു കാരണം ഒരു മസാല ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് ഈ ആട്ടക്കഥ ഉണ്ടായിട്ടുള്ളതിൻ്റെ ഒരു തുടക്കം നോക്കുമ്പോഴത്തെ അത്ഭുതം കൊണ്ട് പറഞ്ഞു പോയിട്ടുള്ളതാണ്. കാരണം പുരാണ കഥകളെ ആസ്പദിച്ചാണ് കഥകളിയിലെ പാരമ്പര്യ ആട്ടങ്ങളൊക്കെയും എന്നുണ്ടെങ്കിൽ കൂടിയും പല ഭാഗത്തും അല്ലെങ്കിൽ ചില ഭാഗത്തെങ്കിലുമൊക്കെ അതിൻ്റെ കൃത്തുക്കൾ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾക്ക് മുതിർന്നിട്ടുണ്ട്, പുതുമകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ 2024 ഈ മാതിരി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിനുള്ള രാഷ്ട്രീയ മാനങ്ങളെ പേടിച്ച് ചിലരെങ്കിലും അത് എഴുതാതിരിക്കും, അഥവാ അവതരിപ്പിച്ചാൽ വിവാദമാവാനും മതി. അങ്ങനെയൊന്നും അല്ലാഞ്ഞ ഒരു 2.5 പതിറ്റാണ്ട് മുൻപത്തെ കഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കൃത്യം പറഞ്ഞാൽ 240 വർഷം വേണം പഴക്കം കൽപ്പിക്കാൻ നരകാസുരവധം എന്നുള്ള കഥയ്ക്ക്. ഇവിടെ എന്നെ ക്ഷണിച്ച ക്ലബ്ബുകാരിൽ അതിൻ്റെ പ്രധാനാധികാരികളിൽ ഒരാളായിട്ടുള്ള അവണൂര് കൃഷ്ണൻ മാഷ് പറഞ്ഞപ്പോൾ എന്നിലുണ്ടായ ചില ധാരണകളെ തിരുത്തുന്ന രീതിയിലാണ് പിന്നീട് നോട്ടീസ് അടിച്ചിറങ്ങിയപ്പോൾ ഞാൻ കണ്ട തലക്കെട്ട്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം കുറച്ചും കൂടിയും അതിലേക്ക് സബ്സ്റ്റൻസ് കൂടുതൽ കിട്ടുന്ന രീതിയിലുള്ളൊരു മെച്ചം അതിൽ കണ്ടു. വാസ്തവത്തിൽ 2 അടരുകളുണ്ട് ആ തലക്കെട്ടിന്, ശ്രദ്ധിച്ചാലറിയാം.
അപ്പം ഞാനത് ഒന്നും കൂടിയും ക്രോഡീകരിച്ച് പറഞ്ഞാൽ, ഇന്നത്തെ തലക്കെട്ട് വളരെ എളുപ്പം പറഞ്ഞാൽ, നിങ്ങളുടെയൊക്കെ ഒരു എളുപ്പത്തിനൊരു ആമുഖത്തിന് പറയുകയാണ്: നരകാസുരവധം, ചരിത്ര കൗതുകങ്ങൾ, ആട്ടവൈവിധ്യങ്ങൾ. അപ്പോൾ ഒരു വഴിക്ക് നമ്മൾ ഈ നരകാസുരവധം കഥയുടെ രംഗപാഠവും അരങ്ങ് അനുഭവവും ഒക്കെ ആയിട്ടുള്ളൊരു വളർച്ച എങ്ങനെ ഉണ്ടായി എന്നുള്ളതും, അത് ഒരു 150-170 കൊല്ലമൊക്കെ കഴിഞ്ഞ് നമ്മുടെ 20-ാം നൂറ്റാണ്ട് രണ്ടാം പാതിയിൽ ഇന്നിവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടു തുടങ്ങുന്ന കാലമൊക്കെ ആയപ്പോഴേക്കും ഉണ്ടായിരുന്ന വലിയ ആശാന്മാർ എങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ളൊരു താരയും കൂടിയും വേറെ വെട്ടി തുറക്കും. അപ്പോൾ ഒന്ന് കുറച്ച് ഭൂതകാലത്തിലുള്ളതാണ്, ഒന്ന് കുറേ കൂടി വർത്തമാനകാലത്തിലുള്ളതാണ്. പോയ കാല നടന്മാർ എന്ന് പറയുമ്പോൾ ഞാനതിൽ ഒരു ജാമ്യമെടുക്കും. ചിലരൊക്കെ വളരെ അടുത്തേ മരിച്ചിട്ടുള്ളൂ. അതിലൊരാളെങ്കിലും മരിച്ചിട്ടില്ലെങ്കിലും അരങ്ങത്തുനിന്ന് മിക്കവാറും അല്ല, അരങ്ങത്തുനിന്ന് അദ്ദേഹം ഔപചാരികമായിട്ട് തന്നെ വിട പറഞ്ഞു കഴിഞ്ഞ ഒരാളുണ്ടതിൽ. പിന്നെ ചിലരൊക്കെ വളരെ അടുത്ത് മരിച്ച, ഇപ്പോൾ ആദ്യം നമ്മൾ സംസാരിച്ചപ്പോൾ ഇവിടെ നമ്മൾ എഴുന്നേറ്റ് നിന്ന ആരുടെ പേരിലാണല്ലോ, അദ്ദേഹം വരെ ഈ കഥയിൽ ചെറിയ ഒരു പങ്കിൽ വരുന്നുണ്ട്. ഈ ഞാൻ പറഞ്ഞ ഭാവനാവിലാസത്തിൻ്റെ ആദ്യത്തെ കാര്യം ഒരു നാമ്പിൻ്റെ കഥയാണ്. നരകാസുരവധം കഥകളി മാത്രം കണ്ട് ശീലിച്ച് വേറെ രീതിയിൽ പുരാണങ്ങൾ പരിചയിച്ചിട്ടില്ലെങ്കിൽ പല രീതിയിലും തെറ്റിദ്ധാരണകൾ തരുന്നൊരു കഥയാണ്. കാരണം 18 പുരാണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള ഭാഗവത്തിൽ 12 സ്കന്ധത്തിൻ്റെ ദശമസ്കന്ധത്തിൽ 59-ാം അധ്യായത്തിൽ വരുന്ന ഒരു ചെറിയ പൊടിപ്പാണ് വളരെ ആനുഷംഗികമായിട്ട് പറഞ്ഞു പോകുന്നൊരു പരാമർശം. കാര്യപ്പെട്ടതാണ് അല്ല എന്നല്ല. എന്ത്? ശ്രീകൃഷ്ണൻ, വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ വേണ്ടി വന്നു, അല്ലെങ്കിൽ വിഷ്ണു രൂപത്തിലാണ് നരകാസുരൻ എന്ന് പറഞ്ഞാൽ നരകൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുരനെ വധിക്കേണ്ടി വന്നത് എന്നുള്ള ഒരു ഭാഗം നമ്മൾ ചിലപ്പോൾ വായിച്ചു പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെയോ വളരെ എളുപ്പത്തിൽ ഏടുമറിച്ച് പോകാവുന്നൊരു ഭാഗത്തിൽ നിന്നാണ് 2.5 നൂറ്റാണ്ട് മുൻപ് ഒരാൾക്ക് തോന്നിയത് അതൊരു ആട്ടക്കഥയാക്കാമെന്നുള്ളത്. ഒരു ആട്ടക്കഥയാകുമ്പോൾ നമുക്കറിയാം, ഒരു 8 മണിക്കൂറിൻ്റെയൊക്കെ അരങ്ങ് സങ്കല്പിച്ചിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് 10 മണിക്കൂറും പോവും. നമ്മൾ ഇന്നിവിടുന്ന് കാണുന്ന കഥ തന്നെ കുറച്ച് നേരത്തെ ആവാൻ കാരണം ഇത്ര എഡിറ്റഡ് വേർഷനിൽ പോലും അതിന് കണ്ടമാനം സമയം വേണ്ടി വരുന്നൊരു കഥയായതുകൊണ്ടാണ്. അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ക്യാപ്സ്യൂൾ എന്നുള്ള വാക്ക് തെറ്റി ഉപയോഗിക്കാറുണ്ട്. കൂട്ടത്തിൽ ഞാനതും പറയട്ടെ. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ പലതും ഒറ്റയടിക്ക് ചെറുതാക്കി തരുന്നതാണ്. അതല്ല അത് ചെയ്യണത്. പ്രധാനപ്പെട്ട രംഗങ്ങൾ വിസ്തരിച്ച് കാണിച്ച് ആ മാതിരി എഡിറ്റിംഗ് ആണ്. എഡിറ്റഡ് വെർഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം അതിന് പോലും ഒരു 5 മണിക്കൂർ എടുക്കാവുന്നൊരു കഥയാണ് ഇന്നത്തെ. അതിനൊരു 5 മിനിറ്റെങ്കിലും തുടങ്ങുന്നതിൻ്റെ സമയമായി കഴിഞ്ഞാൽ എനിക്ക് ഒരു സിഗ്നൽ തരണമെന്ന് ഞാൻ വീണ്ടും സംഘാടകരെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരാൾക്ക് ആ ബുദ്ധി അങ്ങനെ തോന്നി എന്നുള്ളത്, ഞാൻ പേര് മുഴുവൻ പറയാഞ്ഞത് ഇപ്പോഴും അതിനെ ചൊല്ലി തർക്കങ്ങളുണ്ട്. കുറഞ്ഞ പക്ഷം ചില പണ്ഡിതരുടെ ഇടയിലെങ്കിലും സംശയം ബലപ്പെട്ട് വരുന്നുണ്ട്. ഇത് കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. കാർത്തിക തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ വലിയൊരു ഫിഗറാണ്. അദ്ദേഹം പിന്നീട് നമ്മൾ മലയാളത്തിൽ ചരിത്രാഖ്യായികയായിട്ടുള്ള മാറിയിട്ടുള്ളൊരു ട്രിലോജിയുടെ 3 നോവലുകളുടെ സംഗ്രഹം അല്ലെങ്കിൽ ശൃംഖലയായിട്ടുള്ള മാർത്താണ്ഡവർമ്മ, അതിന് അവസാനം രാമരാജ ബഹദൂർ, അതിന് നടുവിൽ വരുന്ന ധർമ്മരാജ എന്ന് പറഞ്ഞിട്ടുള്ള ഭരണകർത്താവാണ് വാസ്തവത്തിൽ ഈ കാർത്തിക തിരുനാൾ. അതുവരെ ഉറപ്പുണ്ട്. പക്ഷേ കാർത്തിക തിരുനാളാണ് എഴുതിയെന്നുള്ളതിന് ഇപ്പം നമുക്ക് ഉണ്ണായി വാര്യരാണ് അദ്ദേഹം രചിച്ചതെന്നുള്ളതോ കിരാതം തുള്ളൽ കുഞ്ചൻ നമ്പ്യാരാണെന്ന് പറയുന്ന പോലെ മുഴുവൻ തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളൊരു അഭിപ്രായം ഇപ്പോഴും ഉണ്ട്. പ്രധാനമായിട്ട് ഇന്നത്തെ ഒരു പണ്ഡിതരിൽ
ഡോക്ടർ പി വേണുഗോപാലനാണ് ഈ സംശയം ധാരാളമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം വളരെ സരസമായിട്ടത് അവസാനിപ്പിക്കുന്നത് 7 ആട്ടക്കഥകൾ കാർത്തിക തിരുനാൾ എഴുതിയിട്ടുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം മിക്കവാറും ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. അഥവാ ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നരകാസുരവധം മാത്രമാണ്. അപ്പോൾ ആ ഒരു ഉറപ്പിൽ നമുക്ക് അദ്ദേഹത്തിന് അത് ആട്രിബ്യൂട്ട് ചെയ്തിട്ട് കാർത്തിക തിരുനാളിനെ പിടിച്ചതിന് നമുക്ക് മുൻപാക്കം പോവാം. ഈ കാർത്തിക തിരുനാളിന് തൊട്ട് മുൻപുള്ള മാർത്താണ്ഡവർമ്മ ഞാനൊരു ചരിത്രാഖ്യായികയുടെയും നോവലിൻ്റെയും പശ്ചാത്തലത്തിൽ പറഞ്ഞപ്പോഴും നിങ്ങളെ അതിൻ്റെ സാഹിത്യമേന്മയ്ക്ക് കൊണ്ടുപോകാനായിട്ടായിരുന്നില്ല ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികൾ ഈ പിന്നീട് ഭരണാധികാരിയായിട്ടുള്ള കാർത്തിക തിരുനാളിൻ്റെ ഈ കഥയായിട്ടുള്ള നരകാസുരവധത്തിൻ്റെ രംഗപാഠത്തിനെയും പ്രചാരത്തിനെയും സ്വാധീനിക്കാൻ ഇടയായി. അതുകൊണ്ട് അതിനു മുൻപ് മരിച്ചുപോയ മാർത്താണ്ഡവർമ്മ 1758 മരിച്ച മാർത്താണ്ഡവർമ്മ പിന്നീട് 40 വർഷം ഭരിച്ച കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് എഴുതിയ മിക്കവാറും അത് 1784 ആവാനാണ് സാധ്യത. KPS മേനോൻ്റെ കഥകളിരംഗം പ്രകാരം. അങ്ങനെയല്ല എന്ന് പറഞ്ഞൊരു വാദവും ഉണ്ട്. അതും തെക്ക് നിന്നാണ് വന്നിട്ടുള്ളത്. മങ്കൊമ്പ് ശിവശങ്കരപ്പിള്ളയും അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള C. ശിവരാമൻ നായരും കൂടി ചേർന്ന് എഴുതിയിട്ടുള്ള കഥകളി സ്വരൂപം എന്ന് പറഞ്ഞ് ഈ നൂറ്റാണ്ടിൽ തന്നെ ഇറങ്ങിയിട്ടുള്ള പുസ്തകത്തിൽ അവരത് മുഴുവൻ സമ്മതിക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. ഈ കഥ ഇങ്ങനൊരു ആശയം വച്ച് ഒരു കഥ എഴുതിയതിന് ശേഷം അതിൻ്റെ അരങ്ങ് ഭാഷ ചമയ്ക്കാൻ പലപ്പോഴും ഈ എഴുതുന്ന ആൾക്കല്ല സാധിക്കാറുള്ളത്. വളരെ ചുരുക്കം പേർക്കേ അതിനുള്ള കഴിവ് മുൻപും ശേഷമൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിന് അല്ലെങ്കിൽ കഥകളുടെ ഒരു സുഹൃതത്തിന് ആ കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കാർത്തിക തിരുനാൾ രാജാവിൻ്റെ വേറെ 7 കഥകൾ അദ്ദേഹം എഴുതിയിട്ടുള്ളതിൽ ചിലതൊക്കെ അത്ഭുതമാണ്. ഒന്ന് ഭഗവതാണ്. കോട്ടയത്ത് തമ്പുരാന് പറഞ്ഞിട്ടുള്ള ഭഗവതവും അവിടെയും എഴുതിയിട്ടുണ്ട്, തെക്കും. കല്യാണ സൗന്ദര്യം അദ്ദേഹം തെക്ക് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സാഹിത്യം വളരെ മോശമാണെന്ന് ഞാനല്ല പറഞ്ഞത്, പി വേണുഗോപാലനാണ്. അപ്പോൾ നരകാസുരവധം അഥവാ എഴുതാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ചിലത് എഴുതാൻ പറ്റില്ല എന്നുള്ളതും അദ്ദേഹത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ കഥകളൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർത്തി കൊടുക്കുന്നത് എന്നുമാണ് പി വേണുഗോപാലൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ രംഗഭാഷ ചമയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ ഭാഗത്തു നിന്നുള്ളൊരു നാട്യകുലപതി എന്നും രംഗകലാ പണ്ഡിതൻ എന്നൊക്കെ വിളിക്കാവുന്ന കപ്ലിങ്ങാട്ട് നാരായണ നമ്പൂരി ആ കാലത്ത് തിരുവിതാംകൂർ ചെന്ന് കൂടാൻ ഇടയായി. തിരുവനന്തപുരത്തുള്ള കൊട്ടാരത്തിൽ, അന്നേക്ക് തിരുവനന്തപുരത്തേക്ക് മാറിക്കഴിഞ്ഞു. മാർത്താണ്ഡവർമ്മയുള്ള കാലത്ത് അത് തക്കലയിലായിരുന്നു, പത്മനാഭപുരം കൊട്ടാരത്തിലായിരുന്നു, ഇന്നത്തെ തമിഴ്നാട്ടിൽ. അവിടെ നിന്ന് ഈ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ ഉത്സാഹിച്ച പ്രമാണി ഇദ്ദേഹമാണ്, കാർത്തിക തിരുനാൾ. ധർമ്മിഷ്ഠനായതുകൊണ്ടാണ് ധർമ്മരാജ എന്ന പേര് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചില കലകളോടുള്ള താല്പര്യവും ഒരർത്ഥത്തിൽ ഈ സ്വാതി തിരുനാളിൻ്റെയൊക്കെ പിന്നീടുള്ള ഈ സംഭാവനകൾക്കൊരു ആദ്യത്തെ ഒരു ഹാർബിഞ്ചർ എന്നോ പ്രീകേഴ്സർ എന്നൊക്കെ പറയാവുന്ന ഒരാളാണ് ഈ കാർത്തിക തിരുനാൾ. ആ അർത്ഥത്തിൽ ഇതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ സ്വാതി തിരുനാളിനെ പറ്റിയിട്ടും ആക്ഷേപങ്ങൾ ധാരാളമുള്ളത് നമുക്കറിയാം. അദ്ദേഹം അല്ലാതെ മുഴുവൻ എഴുതിയിട്ടുള്ളതെന്നുള്ളതും അദ്ദേഹം അല്ലാതെ ഒന്നും എഴുതിയിട്ടുള്ളതെന്നുള്ളവരും പറയുന്നവരുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ കർണാടക സംഗീതത്തിൽ. അപ്പോൾ ഈ കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തന്നെ ഈ കപ്ലിങ്ങാട്ട് നമ്പൂതിരി എന്ന് പറയുന്ന ഈ നമ്മുടെ അടുത്തുള്ള ഭാരതപ്പുഴയുടെ വക്കത്ത്, ഇന്നത്തെ തൃശ്ശൂർ ജില്ലയുടെ വടക്കേ അറ്റത്ത്, ഷൊർണൂരിനും ഇന്നത്തെ കലാമണ്ഡലത്തിലും ചെറുതുരുത്തിക്കും അടുത്തായിട്ടുള്ള നെടുമ്പുര എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ നിവാസിയായിരുന്ന ഈ നാരായണൻ നമ്പൂരി, അദ്ദേഹം 50 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. അദ്ദേഹം ഈ തെക്കോട്ട് പല കാരണങ്ങളെ കൊണ്ടും ഉണ്ണായി വാര്യരെ പോലെയും കുഞ്ചൻ നമ്പ്യാരെ പോലെയും തെക്കോട്ട് പ്രയാണം ഉണ്ടായ ഒരാളാണ് ജീവിതാർത്ഥം. അങ്ങനെ അദ്ദേഹം തിരുവിതാംകൂറിലെത്തിയ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ 40കളിൽ, അദ്ദേഹത്തിന് 45 വയസ്സുള്ളപ്പോൾ ആണ് ഈ കൃതിക്ക് കാർത്തിക തിരുനാളിനാണ് എഴുതിയെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തിക്കാലാണത്. അദ്ദേഹത്തിന് 60 വയസ്സായ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി കൊളാബറേറ്റ് ചെയ്ത്
ചെയ്ത ഒരു ഗംഭീര വർക്കാണ് നരകാസുരവധം. ഇതിന് അരങ്ങ് പ്രാധാന്യത്തിനൊപ്പം തന്നെ വളരെയധികം ചരിത്രപരതയുണ്ട്. ഇതിൽ വേറെയൊരു കൗതുകം പിന്നീട് ഞാൻ കണ്ടെത്തിയത്, നമ്മൾ പലപ്പോഴും തിരുവിതാംകൂറിൻ്റെ സംയോജനം എന്നോ ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു മഹച്ചരിതത്തിന് ഉത്സാഹിച്ച മാർത്താണ്ഡവർമ്മയുടെ തന്നെ ഒരർത്ഥത്തിൽ വേറൊരു രീതിയിൽ അഖില കേരള സംയോജനം കലാപരമായിട്ട് പ്രത്യേകിച്ച് കഥകളിയിൽ നടത്താൻ ഈ കാർത്തിക തിരുനാളിന് സാധിച്ചിട്ടുണ്ട്. കാരണം ഈ തെക്ക് ഉൽപ്പാദനം നടന്ന നാമ്പ് പൊട്ടിയ ഈ കഥ വലിയ താമസമൊന്നും കൂടാതെ ദശാബ്ദങ്ങൾക്കുള്ളിൽ, തീർച്ചയായിട്ടും ഒരു നൂറ്റാണ്ടിനുള്ളിൽ കേരളത്തിൽ മുഴുവൻ കത്തിപ്പടർന്നു. എല്ലാവരും വളരെ വേഗം വരവേറ്റു ഇതിനെ. വടക്ക് കല്ലടിക്കോടൻ എന്ന് പറയുന്ന കണ്ണൂർ തളിപ്പറമ്പ് ഭാഗത്തുള്ള കളരികളിൽ വരെ നരകാസുരവധം പഠിപ്പിക്കേണ്ടതും ആ നാട്ടിൽ കാണേണ്ടതുമായിട്ടുള്ള സംഗതിയായിട്ട് മാറി. അപ്പം അതിന് എന്തൊക്കെയാണ് ഈ കാർത്തിക തിരുനാളിൻ്റെ സാഹിത്യത്തിനൊപ്പം നമ്മുടെ കപ്ലിങ്ങാട്ട് തിരുമേനി നമ്പൂതിരി ചെയ്തിട്ടുള്ളതെന്നുള്ളത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം. കപ്ലിങ്ങാടിൻ്റെ ഒരു കൗതുകം, അതും ഈ കൂട്ടത്തിൽ സബ് ടെക്സ്റ്റായിട്ട് പറയട്ടെ. തെക്കൻ കളരിയുടെ കപ്ലിങ്ങാടൻ ശൈലി എന്ന് പറഞ്ഞാൽ തന്നെ ഇന്നത്തെ തെക്കൻ അല്ലെങ്കിൽ കലാമണ്ഡലത്തിലെ തെക്കൻ ശൈലിക്ക് കപ്ലിങ്ങാടൻ ശൈലി എന്ന് പറയും. എന്ന് പറയുമ്പോഴും ഈ കപ്ലിങ്ങാടൻ തിരുമേനി തന്നെ മധ്യ കേരളത്തിലൊരാളാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ കാർത്തിക തിരുനാളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഈ നരകാസുരതം സൃഷ്ടിച്ചതിന് ശേഷം ഒരർത്ഥത്തിൽ ഈ ശൈലികളെയൊക്കെ തന്നെ ഭേദിക്കുന്ന രീതിയിൽ തെക്ക് വടക്ക് ഒരുപോലെ പ്രചാരത്തിലാക്കാൻ പറ്റിയൊരു കഥയായിട്ട് നരകാസുരവധം മുന്നാക്കം പോവുകയാണ് ചെയ്തത്. അല്ലാതെ അതൊരു തെക്കൻ കളിയായിട്ട് ഒതുങ്ങുകയല്ല ചെയ്തത്. അല്ലെങ്കിൽ ചില കഥകൾ വടക്ക് മാത്രം മുൻപെങ്കിലും പ്രചാരം ഉണ്ടായിരുന്നതുപോലെ, ഇപ്പോൾ കോട്ടയത്ത് തമ്പുരാൻ്റെ കഥകൾക്കൊക്കെ വളരെ വൈകിയ കാലത്താണ് ആ ഒരു ഗൗരവത്തിൽ തിരുവിതാംകൂറിലേക്കൊക്കെ പ്രചാരം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയൊന്നും അല്ലാതെ വളരെ വേഗം തെക്കുന്ന് പടർന്നു വന്നിട്ടൊരു കഥയാണ് നരകാസുരവധം. അപ്പോൾ അതിലെ ചില കാര്യങ്ങൾ, രംഗപാഠങ്ങൾ നോക്കുകയും അതെങ്ങനെ പ്രചാരം സിദ്ധിച്ചു എന്നുള്ളതിന് ശേഷം നമുക്ക് 20-ാം നൂറ്റാണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ചില മാസ്റ്റേഴ്സിനെ നമുക്കൊന്ന് ഓർമ്മിച്ചെടുക്കാം. അവരാരൊക്കെയാണ്, അവരെന്തൊക്കെ രീതിയിലുള്ള പ്രവൃത്തികളാണ്. അതിൽ ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ട് വിഷയത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കട്ടെ. ചില അരങ്ങുകൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ചില വേഷക്കാരെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ചില വേഷക്കാരെക്കുറിച്ച് പറഞ്ഞറിവേ ഉള്ളൂ, ആധികാരികമാണ് പക്ഷേ ആ പറഞ്ഞറിവ്. ആ പറഞ്ഞത് ആരാണ് എന്ന് ഞാൻ വെളിപ്പെടുത്തി തന്നെയാണ് ആ കഥകളും ആ ആട്ടങ്ങളെക്കുറിച്ചും പറയുകയുമുള്ളൂ. ഇത് ഞാൻ അന്വേഷിച്ചപ്പോൾ അവരോടും പറഞ്ഞിട്ടുള്ളതാണ്. ആ കടപ്പാട് ഞാൻ ഓരോ സമയത്തും വ്യക്തമാക്കിക്കൊണ്ടിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി ഈ കഥയുടെ എങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് കാർത്തിക തിരുനാളും നമ്മുടെ ഈ കപ്ലിങ്ങാട് തിരുമേനിയും കൂടിയിട്ട് വരുത്തി വെച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ നാമ്പുകൾ ഇന്ന് പലപ്പോഴും അത്ഭുതം തോന്നാവുന്നൊരു കാര്യം, ഈ കത്തി വേഷങ്ങൾ പ്രാധാന്യത്തിൽ വരാൻ, അത് മുൻപും പറയാറുള്ളതാണ് കപ്ലിങ്ങാടനാണ് എന്നുള്ളത്. തെക്കോട്ടൊക്കെ ഇപ്പോൾ അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ശ്രദ്ധിച്ചു, മടവൂർ വാസുദേവൻ നായർ പറയുന്നുണ്ട്, തെക്കുള്ള കപ്ലിങ്ങാടൻ ശൈലിയുടെ വലിയ പ്രചാരകനായിട്ടുള്ള അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ അവിടോട്ടൊക്കെ മറ്റേ ഉത്ഭവൻ രാവണനൊന്നുമല്ല വേഷം, നരകാസുരന എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കും അവിടെ ഉത്ഭവം രാവണനാണ്, ഇവിടെ നമ്മൾ വലിയ വേഷം. ബാലി വിജയത്തിലെ രാവണൻ, ഒരർത്ഥത്തിൽ കീചകൻ, കുറച്ചൊരു പോപ്പുലർ ലെവലിൽ ദുര്യോധനൻ, ഉത്തരാസമരത്തിലെ ദുര്യോധനൻ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അവർക്ക് സംശയമൊന്നുമില്ല. അതിന് ഈ ഒരു കാരണം കൂടിയാവാം. എന്തായാലും ഈ മുടിയേറ്റടക്കം ചില പാരമ്പര്യ നാടൻ, ഒരുപക്ഷെ ഭാഗികമായിട്ട് ക്ഷേത്രകലകളിലും കൂടി ധാരാളമായിട്ട് ആ കാലത്ത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിലും വടക്കുംകൂർ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഇപ്പോഴും പ്രചാരത്തിലുള്ള മുടിയേറ്റിൻ്റെ ദാരികൻ്റെ വേഷം കണ്ടിട്ടുള്ളവർക്കറിയാം, അതിന് കത്തിവേഷത്തിൻ്റെ ഒരു റൂഡിമെൻ്ററി ഛായയുണ്ട്.
അപ്പോൾ അന്ന് വരെയൊക്കെ ഏറെക്കുറെ നമ്മൾ ഈ നെടുങ്കത്തി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ കാര്യമായിട്ടൊന്നുമില്ലാതെ അന്ന് ഈ നായക പച്ചകളാണ് അതുവരെയുള്ളൂ. കാരണം കൊട്ടാരക്കര തമ്പുരാൻ ഒരു 350 വർഷം മുൻപാണല്ലോ കഥകളിക്ക് ആദ്യത്തെ വിത്തിടുന്നത്. അന്ന് രാമനാട്ടം എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയ 8 ആട്ടക്കഥകളാണ് പിന്നീട് രാമായണ കഥകളാണ് പിന്നീട് കഥകളിയായിട്ട് മാറിയെന്നുള്ളതാണ് സങ്കല്പം. അതിന് തൊട്ട് മുൻപ് 1564 അതായത് ഒരു 30 കൊല്ലം കൂടി കഴിഞ്ഞാൽ 500 വർഷം തികയുന്നൊരു കലാരൂപമാണ് കൃഷ്ണനാട്ടം. അപ്പോൾ ഈ കൃഷ്ണനാട്ടം പടർന്ന് വടക്ക് സാമൂതിരി മാനവേദൻ എന്നുള്ള രാജാവിൽ നിന്ന് പടർന്ന് അത് മധ്യ കേരളത്തിലും പിന്നീട് അമ്പലപ്പുഴ പോലെയുള്ള അമ്പലപ്പുഴ അടക്കം ഇന്നത്തെ ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിലൊക്കെ പടർന്നപ്പോൾ ഈ രാമനപ്പുറം കുറേശ്ശെ കൃഷ്ണനും വന്നു തുടങ്ങി. അങ്ങനെയാണ് ഈ കൃഷ്ണൻ നായകനായിട്ടുള്ള കൃഷ്ണന് പ്രാധാന്യമുള്ള ഒരു കഥ. കൃഷ്ണന് പ്രാധാന്യം ഇതിലറിയാൻ നമുക്ക് ചെറിയൊരു വേഷമാണെങ്കിലും കൃഷ്ണനാണ് വന്നിട്ട് വേണം വധിക്കാൻ. അപ്പോൾ അങ്ങനെയാണ് ഈ രാമനല്ലാഞ്ഞ കൊട്ടാരക്കരയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാമനാട്ട കഥകളല്ലാതെ കൃഷ്ണാട്ട കഥകളുടെ ഒരു പ്രചാരം വന്നതോട് കൂടിയിട്ടാണ് ഈ കൃഷ്ണൻ നായകനായിട്ട് നമുക്ക് ഇങ്ങനെ ചില കഥകൾ രചിക്കാം എന്നുള്ളതും അതൊരു തരംഗമായിട്ട് മാറലും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് പല കഥകളിലും ഇത് വരുന്നുണ്ട്. കുചേലവൃത്തായാലും എന്താ പറയുക നമ്മുടെ സന്താനോപായാലും ഒക്കെ ഉണ്ടത്. കൃഷ്ണൻ പലപ്പോഴും ഒരു കഥയുടെ ത്വരകം നടത്തുന്ന ആൾ മാത്രമേ ആവുന്നുള്ളൂ. വലിയൊരു വേഷമായിട്ട് കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്ന കഥകൾ ചുരുക്കവും ഉണ്ടോയെന്ന് സംശയം. ഒരു ഒന്നാം തരം ഇപ്പോൾ ഈ കുചേലവൃത്തത്തിലും പിന്നെയും കുറച്ചും കൂടി കാര്യമായിട്ടൊരു കൃഷ്ണവേഷം വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെയും കൂടി നാന്ദിയായിട്ട് ആണ് ഈ നരകാസുരവധം പുറപ്പെട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ ഈ തെരനോക്ക് എന്നുള്ള സങ്കല്പവും ഈ നെടുങ്കത്തിക്ക് അതുവരെ ഇല്ലാഞ്ഞത് കാരണം കൊണ്ട് കുറുങ്കത്തി എന്ന് പറയുന്നത് നമ്മളിന്ന് കാണുന്ന തരം കത്തികൾ, പ്രചാരത്തിലുള്ള പ്രധാന കത്തികൾ ഇന്നത്തെ നരകാസുരനടക്കം അതിനൊരു തെരനോക്ക് എന്നുള്ള സങ്കല്പം ഒന്നുകൂടി ദൃഢപ്പെടുകയും തെരനോക്കിനെ തുടർന്ന് ഈ പതിഞ്ഞ കിടതീന്താമെന്നുകൊണ്ട് തിരശ്ശീല താത്തിയിട്ട് പതിഞ്ഞ പദത്തിന് മുൻപാക്കം വന്ന് കിടതീന്താം കഴിഞ്ഞ് നിർത്തിയതിന് ശേഷം മാത്രം പദം തുടങ്ങുക, അല്ലെങ്കിൽ തിരശ്ശീല മാറ്റിയ പദം തുടങ്ങുക. അങ്ങനെയല്ല, അതിനൊരു മുഖവുര വേണമെന്ന് തോന്നുന്ന രീതിയിലൊരു സൗന്ദര്യബോധവും പിന്നെ ഈ പതിഞ്ഞെടുക്കുക അതും ഈ കപ്ലിങ്ങാട്ട് നമ്പൂരി ചെയ്തൊരു സൂത്രമായിരുന്നു, ഒരു കൗശലമായിരുന്നു എന്നാണ് വിചാരിക്കാൻ. കാരണം 8 മാത്രകളുള്ള ചെമ്പട എന്ന് കഥകളിയിൽ പറയുന്ന, എന്ന് കേരളീയ മേളങ്ങളിൽ പറയുന്ന കർണാടക സംഗീതത്തിൽ ആദ്യ താളം 4 കള ചൗക്കത്തിൽ 8 ഗുണം 4 32 പരത്തുകയാണ് ചെയ്തത്, വലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 32 അക്ഷരകാലത്തിലേക്ക് വലിച്ചതോട് കൂടിയിട്ട് അനക്കങ്ങൾക്ക് മിഴിവ് കൂടി. എന്തുകൊണ്ട്? വേഗം കുറഞ്ഞു. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു എന്നൊരു മുദ്ര കാണിക്കുന്നത് അത് വൃത്തത്തിലാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അത് ഞാൻ പതിച്ചെടുത്ത കാരണം. ഇപ്പം ഇങ്ങനെ കാണിച്ചെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ ഏക്കം അല്ലെങ്കിൽ ഏങ്കോണിപ്പുണ്ടെങ്കിലും അറിയില്ല. അപ്പം നടൻ അതൊരു ടെസ്റ്റായിട്ട് കൂടുതൽ വന്നു. അങ്ങനെ ഈ പതിഞ്ഞ പദങ്ങളോട് കൂടിയിട്ട് ഇതിൻ്റെ ദൃശ്യാഖ്യാനത്തിന് തന്നെ വലിയ രീതിയിലുള്ള വിപ്ലവം വന്നു. മാത്രമല്ല അത് ചെറിയൊരു നേരം പോക്കായിട്ട് ഈ അന്നത്തെ സംഗീതം എന്ന് പറഞ്ഞാൽ ഈ സോപാന സംഗീതത്തിൻ്റെ കുറച്ച് ശീലുകളൊക്കെ ഉള്ളൂ. അന്ന് ഈ ശമ്മൻകുടി സ്വാമിയൊന്നും ജനിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്ത് പാടണം എന്നറിയാതെ ഈ 4 കള ചൗക്കത്തിലേക്ക് മാറ്റിയോട് കൂടിയിട്ട് പാട്ടുകാരും അന്തം വിട്ടു. അവർക്കന്ന് ആധാരം എന്ന് പറയുന്നത് ഈ കൂടിയാട്ടത്തിൽ നിന്ന് കേട്ടിട്ടുള്ള ചില സ്വര വിന്യാസങ്ങളാണ്. അപ്പോൾ അവർ പറയുന്ന ചില രാഗങ്ങൾ, അവരാരോപിക്കുന്ന ചില ഈണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് എങ്ങനെയൊക്കെ ഒരു പാട്ടൊക്കെ പാടി എന്തായാലും സംഗീതത്തിനും ഒരു ഉന്തു കൊടുക്കാൻ മുമ്പിലേക്ക് ഈ കാർത്തിക തിരുനാൾ കപ്ലിങ്ങാട് തിരുമേനി കോമ്പിനേഷന് സാധിച്ചു എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ഒന്നുള്ളത് ഈ പകർന്നാട്ടങ്ങളാണ്. അത് കൂടിയാട്ടത്തിൽ ധാരാളം ഉള്ളതാണെങ്കിലും കഥകളിയൊക്കെ വളരെ പ്രാചീനമായിട്ടുള്ള ഒരുപക്ഷെ ഒരു 1500 കൊല്ലം അവർ പറയുന്നുണ്ടെങ്കിലും ഒരു കഥകളിയെക്കാട്ടിലും ഒരു സഹസ്രാബ്ദം എങ്കിലും പഴക്കം കൂടുതൽ കൽപ്പിക്കാവുന്ന കലയാണ് കൂടിയാട്ടം. അപ്പോൾ അതിൽ ധാരാളമായിട്ടുള്ളതാണെങ്കിലും കഥകളിയിലേക്ക് അത് വന്നു തുടങ്ങിയിരുന്നില്ല. അത് നക്കരതുണ്ടിയുടെ ഭാഗത്ത് അത് നിണമായിട്ട് വരണ്ട എന്നും പകരം നമുക്ക് പകർന്നാടിയാൽ മതിയെന്നും
ഒക്കെയുള്ള ആദ്യത്തെ തരം ആശയങ്ങൾ വന്നു തുടങ്ങിയതും ഈ നരകാസുരതം വന്നോട് കൂടിയിട്ടാണ്. തുടർന്നുള്ള ഭാഗങ്ങളിലും ഇത് കണ്ടമാനം നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അതാണ് ഒരു പകർന്നാട്ടം വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഗൗതമമുനി അല്ലെങ്കിൽ നമ്മുടെ അഹല്യാമോക്ഷ ഭാഗത്ത് അഹല്യ, ഗൗതമമുനി, ഇന്ദ്രൻ, ഇതൊക്കെ പകർന്നാടി വരുന്നുണ്ട് നരകാസുരന്. അതുകൂടാതെ അവസാന രംഗത്ത് ഈ ഐരാവതം, അവസാന രംഗത്ത് ഏറെക്കുറെ ഐരാവതത്തിനെ കുത്തി മലർത്തി അല്ലെങ്കിൽ അത് തളർന്ന് വീഴുന്ന സമയത്ത് ഏറെക്കുറെ ആനയായിട്ട് തന്നെ ഈ കത്തിവേഷം മാറുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില പകർന്നാട്ടങ്ങളുടെ സങ്കല്പം ദൃഢപ്പെടാനും ഈ നരകാസുരവധം കഥയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഇത്രയും ഇതിനെപ്പറ്റി ഞാൻ പറയുമ്പോഴും തെക്ക് വടക്ക് മധ്യ ശൈലികളെ പറ്റിയിട്ടാണ് ഞാൻ ഈ വേഷക്കാരെ പറ്റി പറയുമ്പോൾ പറയുക എന്നുള്ളതും പറഞ്ഞപ്പോൾ ചില പേരുകൾ അത് നിങ്ങൾ തന്നെ ഞാൻ അഥവാ മറന്നുപോയാൽ ഓർമ്മിപ്പിക്കണം. അത് തെക്ക് കപ്ലിങ്ങാടൻ ശൈലിയിൽ 2 പേരെ പ്രാഗ് രൂപങ്ങളായിട്ടെടുത്ത് അവരുടെ ഒരു പ്രത്യക്ഷ സ്വഭാവം പിന്നീട് കാണിച്ചിട്ടുണ്ടാവണം എന്ന് വിചാരിക്കുന്ന 2 പേരാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കപ്ലിങ്ങാടൻ ശൈലിയിൽ ഒരു വലിയ ധാരയായിട്ടുള്ള ചെങ്ങന്നൂർ ബാണിയുടെ തുടർച്ചക്കാരനായിട്ടുള്ള ചക്രവർത്തിയായിരുന്ന മടവൂർ വാസുദേവൻ നായരും മാങ്കുളം കൃഷ്ണൻ നമ്പൂരിയുടെ ശിഷ്യനായിട്ടുള്ള ഇഞ്ചക്കാട് രാമേന്ദ്രൻ പിള്ളയാണ് ഇതിൽ നമ്മൾ തെക്കുന്ന് എൻ്റെ സെലക്ഷനിൽ വന്നിട്ടുള്ളത്. അതിൽ ഇഞ്ചക്കാട് രാമേന്ദ്രനാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. അദ്ദേഹം പെട്ടിവെച്ച കളി നടത്തിയ കാലഘട്ടത്തിൽ അർജുനനെ ആടിയിട്ട് അദ്ദേഹം രംഗത്ത് വിരമിച്ചു, അദ്ദേഹം സന്യസിച്ചു എല്ലാ അർത്ഥത്തിലും. എന്നാലും ചില ഓർമ്മകൾ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ളതും ചില കാര്യങ്ങൾ ഞാൻ നിരീക്ഷിച്ചപ്പോൾ കണ്ടതുമായിട്ടുള്ളത് പങ്കിടാം എന്ന് വിചാരിച്ചു. മധ്യകേരളത്തിൽ നിന്ന് കുറച്ചധികം പേരുണ്ട്. അത് നമുക്ക് പരിചയത്തിൻ്റെ ഒരു ദോഷമായിട്ട് വേണമെങ്കിൽ വേറെ നാട്ടുകാർക്ക് തോന്നാം. അപ്പോൾ അതൊരു 8 പേരുണ്ട്. അത് വാഴയങ്ങടെ കുഞ്ചു നായർ, കീഴ്പ്പടം കുമാരൻ നായർ, പിന്നെ പറയേണ്ട കാര്യമില്ല കലാമണ്ഡലം രാമൻകുട്ടി നായർ, അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്ത അല്ലെങ്കിൽ ആശാനായിരുന്ന പത്മനാഭൻ നായർ, കലാമണ്ഡലം മാസു പിഷാരടി, ആ തലമുറയിൽ തന്നെ വരുന്ന കോട്ടയ്ക്കൽ ചന്ദ്രശേഖര വാര്യർ, ശേഖരേട്ടൻ്റെ ആശാനായിട്ടുള്ള കോട്ടയ്ക്കൽ കൃഷ്ണൻകുട്ടി നായർ, പിന്നെ ഈടെ വിട്ട് വിരിഞ്ഞ നെരിപ്പറ്റ നാരായണ നമ്പൂരി. അങ്ങനെ 8 പേരെയാണ്. ഇതൊന്നും അത്ര വിസ്തരിക്കൊന്നുമില്ല, കാരണം സമയം നമുക്കറിയാമല്ലോ, അതിന് സിഗ്നൽ തന്നാൽ മതി. പിന്നെ മൂന്നാമത്തെ ഈ വടക്കേ മലബാറിൽ 2 പേരെ എടുത്തിട്ടുണ്ട്. അതിൽ ഒരാൾ എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. ചില രംഗങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സദനം ബാലകൃഷ്ണനാണ്. അദ്ദേഹം വടക്കേ മലബാറുകാരൻ ജന്മം കൊണ്ടേ കുറേയൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിലും, കാരണം സദനം എന്നാണ് പേര്. മധ്യകേരളത്തിലെ പത്തിരിപ്പാല ഒറ്റപ്പാലത്താണ് സദനം. പഠിച്ചിട്ടുള്ളതൊക്കെ അധികം കീഴ്പ്പടം കുമാരൻ നരാശാൻ്റെ അടുത്താണ് എന്നൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ആശ്രമത്തിന് മുൻപും ശേഷമൊക്കെ അദ്ദേഹം വടക്കേ മലബാറിലുള്ള ചില ആശാന്മാരായിട്ട് ധാരാളമായിട്ട് ഇടപഴകലും ചിലർക്ക് ശിഷ്യപ്പെടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലൊരാളാണ് കാനാ കണ്ണൻ നായർ. ഈ കണ്ണൻ നായരുടെ ശൈലിയെ പറ്റിയിട്ടും കൂടി ചെറുതായിട്ട് പറഞ്ഞ് ഇതൊക്കെ ചിലരുടെ ചില ഒളികൾ മാത്രമേ തരാൻ പറ്റുള്ളൂ. വിസ്തരിച്ച ഒരാളുടെ ആട്ടമൊന്നും നമുക്ക് അതിന് പറയാനും അറിയില്ല മുഴുവൻ. എന്നാലും ചില ഹിന്ദിയിൽ ഝലക് എന്നൊക്കെ പറയുന്ന പോലെ ചില ഗ്ലിംസസ് തന്ന് ഞാൻ വിട വാങ്ങാമെന്നാണ് വിചാരിക്കണം. അപ്പോൾ അതിൽ ഇപ്പം ഞാൻ ഏറെക്കുറെ ഞാൻ ഇത് മുഴുവൻ പറഞ്ഞു എന്ന് വിചാരിക്കണം. അതിലൊരു കാതലായിട്ടുള്ളൊരു കാര്യം, ഇതെങ്ങനെ വടക്കോട്ട് പടർന്നു എന്നുള്ളതിൽ ഈ ചരിത്രപരതയുണ്ട്. അത് ഞാൻ മുൻപ് മാർത്താണ്ഡവർമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ 1746 കായംകുളം, ഈ തിരുവിതാംകൂറിലെ പല നാട്ടുരാജ്യങ്ങൾ കീഴടക്കിയിട്ട് ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്നതിൻ്റെ തിരക്കിൽ കായംകുളം പിടിച്ചടക്കിയപ്പോൾ അവിടെയുള്ള കാലത്തെ ആ കാലത്തേക്കാൾ പ്രധാനമായിട്ട് മാത്തൂര് പണിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള അവരൊക്കെ വലിയ കളരിക്കാരാണ്, ഗുസ്തിക്കാരാണ്, യോദ്ധാക്കളാണ്. അവരെന്തുകൊണ്ടോ എനിക്കത് മുഴുവൻ വ്യക്തമായിട്ടില്ല, അവർ വേഗം കളം മാറി തിരുവിതാംകൂറിന് സ്വാഗതം ചെയ്യുക ചെയ്ത്. ഇത് മാർത്താണ്ഡവർമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും വലിയ സന്തോഷമായി. അപ്പോൾ ഈ 2 കൂട്ടരും മാർത്താണ്ഡവർമ്മയുടെ കണ്ണിലുണ്ണികളായിട്ടാണ് പിന്നീട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ തിരുവനന്തപുരത്തേക്ക് പിന്നീട് വരികയും അവരുടെ മാത്തൂരുള്ള കളിയോഗങ്ങളും വികസിക്കുമ്പോൾ ഈ തിരുവിതാംകൂറിനൊരു കടാക്ഷം അവിടേക്ക് കിട്ടുകയും ചെയ്തുകൊണ്ട്
വളരെ എളുപ്പത്തിൽ ഈ തിരുവനന്തപുരത്ത് ഈ കഥ വികസിച്ച് വന്നതോടുകൂടി തന്നെ അതിന് ഈ തൊട്ട് വടക്കുള്ള കൊല്ലം പ്രദേശത്ത് നമ്മുടെ ദേശിംഗനാട് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഓടനാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ മാവേലിക്കരയും കായംകുളവും അതുപോലെ നമ്മുടെ അതിനും വടക്ക് അപ്പോഴേക്കും ഈ നമ്മുടെ കപ്ലിങ്ങാട്ട് തിരുമേനി തന്നെ അദ്ദേഹത്തിൻ്റെ 45 വയസ്സേ അദ്ദേഹം ഇരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും 50 വയസ്സായപ്പോഴേക്കും അദ്ദേഹം മരിച്ചു. അപ്പോൾ ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് മരണം വന്നു. മറ്റേ ആൾ പിന്നെ ഇരുന്നു. അദ്ദേഹം 14 കൊല്ലമായിട്ട് പിന്നെ ഇരുന്നിട്ട് 74 വയസ്സുള്ളപ്പോഴാണ് കാർത്തിക തിരുനാൾ രാജാവ് 1798 മരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ മുമ്പ് പറഞ്ഞ കപ്ലിങ്ങാട്ട് തിരുമേനി വടക്കോട്ട് പിന്നെ തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തൃപ്പൂണിത്തുറയ്ക്ക് ഇരുന്നു. അപ്പോൾ അവിടെയും ചില ഇതിൻ്റെയൊക്കെ ഒരു നടൽ നടന്നു. അവിടെയൊക്കെ ചെറുതായിട്ട് നട്ടിട്ടാണ് പോയിട്ടുള്ളത്. വടക്കോട്ട് കടന്നു. കുത്തനൂർ, തോലനൂർ, ഇന്നത്തെ കിഴക്കൻ പാലക്കാട് ഭാഗങ്ങൾ, തിരുവല്ലാമലയ്ക്ക് കിഴക്കുള്ള ഭാഗങ്ങളാണ്. അവിടെയൊക്കെ പടർന്ന് പിന്നെ ഇത് നമ്മുടെ വള്ളുവനാട്, കുറുമ്പ്രനാട്, മറ്റേ നമ്മുടെ കടത്തനാടും കഴിഞ്ഞ് ഈ കല്ലടിക്കോടൻ എന്ന് പറയുന്ന തളിപ്പറമ്പ് ഭാഗത്തുള്ള പ്രദേശം വരെ അത് എത്തി എന്നുള്ളതാണ്. അപ്പോഴേക്കും ഈ നമ്മുടെ കഥകളി രംഗപ്രകാരം KPS മേനോൻ്റെ പുസ്തകപ്രകാരം ഈ കുഞ്ചുകർത്താവിൻ്റെയൊക്കെ കാലമായി. അപ്പോൾ പല കളിയോഗങ്ങളും വന്നു. അവിടെയൊക്കെ ഇത് ധാരാളമായിട്ട് പ്രചരിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മുടെ ഇത് ഇത്രയും വടക്കോട്ട് പടർന്നു എന്നുള്ളത് തെക്കുന്നാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നത് വളരെ അധികം വടക്കൻ പക്ഷപാതിത്വം കൽപ്പിക്കുന്ന കിള്ളിമംഗലം സൂപ്രണ്ടും അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവും കൂടിയായിട്ടുള്ള MPS നമ്പൂരി എഴുതിയ പുസ്തകത്തിനാണ്. അവർ പറയുന്നുണ്ട് അതിൻ്റെ പല തരം വേർഷൻസ്, പല തരം രൂപഭാവങ്ങൾ കേരളത്തിൽ അവിടെയും ഇവിടെയായിട്ട് പടരാൻ തുടങ്ങിയതാണ്. എല്ലാം ഒന്നാന്നല്ല പറയണം. അങ്ങനെയാണ് ഈ കാനാകണ്ണൻ നായരുടെ ശൈലി അല്ലാത്ത രീതിയിൽ രാമൻകുട്ടി നായരുടെയും പട്ടിക്കാന്നൊരു ശിഷ്യന്മാരിൽ തന്നെ ചില ശൈലീഭേദങ്ങളും അനക്കങ്ങളിലും ആശയങ്ങളിലും തെക്ക് തന്നെ കുറഞ്ഞത് ഇങ്ങനെ 2 ധാരകൾ, മാങ്കുളം ധാരയും ചെങ്ങന്നൂർ ധാരയൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവരിൽ ചില മാറ്റങ്ങൾ കാണുന്നത് ആൾക്കാരെ എടുത്ത് പറയാതെ രംഗപ്രകാരം പോയി കഴിഞ്ഞാൽ അതിൽ വരുന്ന ചില ആൾക്കാരെ നമുക്ക് തെളിച്ചെടുത്തിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ തെരനോക്കിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. ഈ മാങ്കുളം ശൈലിയിലാണെന്ന് തോന്നുന്നുണ്ട് ഈ ഇഞ്ചക്കാട് രാമേന്ദ്രൻപിള്ള തെര നോക്കുമ്പോൾ അദ്ദേഹം ഇന്ന് പ്രചാരത്തിലില്ലാത്തൊരു സങ്കേതമാണ് അദ്ദേഹം പ്രധാനമായിട്ട് ഉപയോഗിക്കുക. അദ്ദേഹത്തിൻ്റെ കണ്ണ് മേപ്പട്ടാണ്. നമ്മളിപ്പോൾ പൊതുവേ കളിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് തിരനോക്കുകയാണെങ്കിൽ ഞാൻ നേരെ നോക്കുക. അതിന് പകരം കണ്ണുകൾ നേരെ മുകളിലേക്കുള്ളതാണ്. ഒരു പരിധി വരെ അത് വടക്കൻ കളരി എന്ന് പറയുന്ന കല്ലുവഴിയിൽ കലാമണ്ഡലം പത്മനാഭൻ നായർ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. പത്മനാഭൻ നായർ ശിഷ്യരാണെന്ന് പറയുന്ന അല്ലെങ്കിൽ ശിഷ്യരായിട്ടുള്ളവരെല്ലാം തന്നെ ചുരുക്കേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ തൃശ്ശൂർ താമസിക്കുന്ന കലാമണ്ഡലം വാസുണ്ണിക്ക് കുറച്ചുണ്ടോ സംശയമുണ്ട്. അതുപോലെ ഗോപാലകൃഷ്ണൻ കൊണ്ട് വെളുത്ത ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ബോംബെയിലുണ്ടായിരുന്ന ആൾക്കും കുറച്ചുണ്ട്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെയും കൂടി ശിഷ്യയായിട്ടുള്ള പ്രിയ നമ്പൂരിക്കൊക്കെ ഉണ്ട്. കുറച്ചൊരു മുകളിലേക്കുണ്ട്. പക്ഷെ അതൊഴിച്ചാൽ ഈ മുകളിലേക്ക് പോകുന്ന ശൈലി അതും വേറൊരു രീതിയിലുള്ള ദൃഷ്ടിയായിട്ട് ചെയ്യുന്നൊരു ശൈലി ഈ ഇഞ്ചക്കാട്ട് രാമേന്ദ്രൻപിള്ള ഉപയോഗിച്ചതിന് ഒരു പ്രാഗ്രൂപം ഒരു പക്ഷേ ഇവർ കണ്ടിരുന്നത് കുറച്ചൊന്ന് ദൃഷ്ടി മുകളിലേക്കായിട്ടായിരിക്കാം കാർത്തിക തിരുനാളിൻ്റെ കാലത്തുനിന്ന് വേണമെങ്കിൽ ഊഹിക്കാം. അത്രേ ഞാൻ പറയുള്ളൂ. അതിൽ നിന്ന് ഈ ചെങ്ങന്നൂർ ശൈലി, അതായത് മാത്തൂർ കുഞ്ഞുള്ള പണിക്കരുടെ ശിഷ്യനായിട്ടുള്ള ചെങ്ങന്നൂർ രാമൻപിള്ളയുടെ ശൈലി, അദ്ദേഹം ആകുമ്പോഴേക്കും 1900 മുതൽക്ക് 1981 വരെയായിരുന്നു മാങ്കുളം ജീവിച്ചത്. 1886 ഒറ്റ തുടങ്ങിയിട്ട് സാമാന്യം നല്ലൊരു കാലം, ഒരു 95 വയസ്സ് വരെയൊക്കെ 1980 ഒറ്റയാണ് 81 ചെങ്ങന്നൂർ രാമൻപിള്ള മരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ചില കൗതുകങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ കഥകളിയിൽ കാണുന്ന ഈ നമ്മുടെ നരകാസുരം എന്ന് പറയുമ്പോൾ എപ്പോഴും കൊട്ടിഘോഷിക്കുന്ന കേകിയാണ്. കേകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മയിൽ നൃത്തമാണ്, മയൂര നൃത്തം. അപ്പോൾ ഒരു കഥയിലെ ഒരു വേഷം ദീർഘനേരം ഈ ഉദ്യാനത്തിലെ മയിലുകളെ നീ കണ്ടില്ലേ എന്ന് ഭാര്യയോട് ചോദിക്കുന്നത് ഒപ്പം തന്നെ അത് പകർന്നാടുകയാണ്. നമ്മൾ മുൻപ് പറഞ്ഞ പകർന്നാട്ടങ്ങളിലെ ഒരു പക്ഷേ നരകാസുരൻ്റെ ആദ്യത്തെ പകർന്നാട്ട ശീല് വരുന്നത്
ഈ ഇതിലാവും, എന്താ പറയുക, നമ്മളെ പതിഞ്ഞ പദത്തിൽ തന്നെയാവും. അപ്പുറത്തേക്ക് കടക്കണ്ട. അതിന് മുമ്പ് തന്നെ ഞാൻ നക്കറതുണ്ടിന്ന് മുൻപ് പറഞ്ഞെങ്കിലും ഇതിൽ തന്നെ വരുന്നുണ്ട്. ഒരു മയിലായിട്ട് ഈ മയിലുകളെ കണ്ടില്ലേ എന്ന് ചോദിക്കുക മാത്രമല്ല, മയിലായിട്ട് സ്വയം പകർന്നാടുകയാണ് ചെയ്യുന്നത് കത്തിവേഷം കെട്ടിയിട്ടുള്ള ആൾ. അതിൽ വലിയ മാറ്റം ഈ ചെമ്പടയിൽ ഇവർ ചെയ്യുമ്പോഴും 32 അക്ഷരകാലത്തിലേക്ക് അതിനെ വലിച്ചപ്പോഴും പെരുക്കിയപ്പോഴും മടവൂർ ശൈലിയിൽ, ചെങ്ങന്നൂർ ശൈലിയിൽ അതിൻ്റെ ഈ നമ്മുടെ ഈ ചിറക്, കൊക്കും ചിറകുമാണ് പ്രധാനമായിട്ടും മയിലുകളെ കാണിക്കുമ്പോൾ സൂചിപ്പിക്കുന്ന 2 എലിമെൻറ്റ്സ്. അതിനെ വിസ്തരിച്ചുള്ള ആട്ടമാണ് ഈ കേകിയാട്ടം. അപ്പോൾ അതിന് ചില പോസ്റ്ററുകളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ കേകിയുടെ പോസ്റ്റർ പോലെ തന്നെ തോന്നും നളതരുത് 1-ാം ദിവസത്തിൽ കലാമണ്ഡലം ഗോപിവേഷം കാണിക്കുന്ന മറ്റേ എന്താ പറയുക പാലാഴിയെന്നും തോന്നാറുണ്ട് ചില നേരത്ത്. അപ്പോൾ അത് ആനുഷംഗിയായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ കേകിയുടെ ആട്ടത്തിൽ കേകികളുടെ എന്നുള്ള വരി എത്ര പ്രാവശ്യം പാടണം എന്നുള്ളതിൻ്റെ ഒരു താളവട്ട കണക്കുണ്ട്. കല്ലുവഴിയിൽ അത് 16 എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബാലസുബ്രഹ്മണ്യം ഉണ്ടെങ്കിൽ പറയും. അപ്പോൾ അതിൽ പിന്നെ ഇരട്ടി കഴിഞ്ഞ് ഇരട്ടിച്ചാണെങ്കിൽ ആ 4 നില കെട്ടിപ്പണതിന് ശേഷം വീണ്ടും കേകികളുടെയാന്ന് കാണിക്കുമ്പോൾ ഇവിടുന്ന് പിടിച്ച് കൊക്ക് കാണിച്ച് മുമ്പാക്കം വരികയാണ് ചെയ്യുന്നത്. പിന്നെ കേകികളുടെയ കൊണ്ട് നേരെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്, വിഷയത്തിലേക്ക് കിടക്കുകയാണ്. വെച്ച് കഴിഞ്ഞാൽ നേരെ പദാർത്ഥാഭിനയാണ്. പിന്നീട് മടവൂർ ശൈലി എന്ന് പറയുന്ന ചെങ്ങന്നൂരാശാൻ്റെ ശൈലിയിൽ ഈ 32 ഈ 16 താളവട്ടം എന്നുള്ളത് ഇരട്ടിയായിട്ട് 32. അതിന് ഈ 32ൻ്റെ വ്യത്യാസം ഇരട്ടി പ്രാവശ്യം കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ അപ്രോച്ച് തന്നെ കടതല വ്യത്യാസത്തിലാണ്. അതിന് പ്രാഥമികമായിട്ട് പറയുന്നത് ഈ ചിറകിന് ഇങ്ങനെയാണ് നമ്മൾ ഈ ഭാഗത്തൊക്കെ മധ്യ കേരളത്തിൽ ശീലിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ മാറ്റി കണ്ട് ശീലാക്കണം. മിക്കവാറും ഒക്കെ ഇങ്ങനെയാണ്. ഇത് ഏറെക്കുറെ യാഥാർത്ഥ്യത്തോട് അടുക്കുന്നതുമാണ് മയിൽ. ഇപ്പം ഇങ്ങനെയല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ ഇത് ഇവിടുന്ന് തുടങ്ങുകയാണ് അതിൻ്റെ മാറ്റം. ഇതാണോ വിരൽ, ഇതാണോ വിരൽ, ഈ വിരലല്ലേ, ഇതന്നെയാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങുകയും. അതുമാത്രമല്ല, ഈ മയിലിനെ കണ്ട് ശീലമുള്ളവർക്ക് അതറിയാൻ പറ്റും. ഇപ്പോഴൊക്കെ ധാരാളം കാണാം, കോവിഡ് കാലത്തൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് അവിടെ ഇവിടെയും കാണാം. മയിലിൻ്റെ ഈ മുൻവശത്ത് കാണുന്ന പീലി വിടർത്തുന്നതിനെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒന്നും കൂടി കൗതുകം പിന്നിൽ നിന്ന് നോക്കുമ്പോൾ ഈ വെളുത്ത ആ ഉടലിൻ്റെ ഭാഗവും പിന്നെ ഒരു കട്ട 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 എന്നുള്ളൊരു ശബ്ദമൊക്കെ ആയിട്ടുള്ള വേറൊരു സാധനമാണ്. ഇത് കഥകളിക്കാരെ എന്തിന് ചെയ്യണു എന്നുള്ളത് അത്ഭുതമായിട്ട് തോന്നും തെക്കൻ മട്ടിൽ കാണുമ്പോൾ. ധാരാളമായിട്ട് പിന്നിലേക്ക് വന്നിട്ട് മടവൂരാശാൻ്റെയൊക്കെ ശൈലി കട്ട കട്ട കട്ട, അത് നമുക്ക് ആ കട്ട ശരിക്കും അറിയാം. അതിനെ കുലുങ്ങിയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്യുക. വശം 2 വശത്തേക്കും ചേർന്ന് പലവട്ടം ഏറിയും കുറഞ്ഞും വന്നതിന് ശേഷമാണ് ഈ നമ്മൾ അവസാനം 2 എന്തിരിക്കടത്തൊക്കെ തരികയാണെന്നുള്ള ആ ഇരട്ടിയിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ഈ കൊക്ക് കാണിക്കുന്നതിന് പകരം എന്ന് ഞാൻ പറയില്ല, വേറെ ശൈലിയാണല്ലോ. കൊക്ക് കാണിക്കുന്നതിന് വീണ്ടും ചിറകിലേക്ക് തന്നെയാണ് അവരുടെ ശ്രദ്ധ വരുന്നത്. ഇത് ഇത്രയും സൗന്ദര്യപരമായിട്ടും സാങ്കേതികമായിട്ടും ഈ കുറഞ്ഞ നേരത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കേകിയിലുള്ള വലിയ മാറ്റം, ഇതൊരു എഡിറ്റഡ് വേർഷനാണ് ഞങ്ങളുടെ എന്ന് കല്ലുവഴിക്കാർ അഭിമാനിക്കുമ്പോൾ, തെക്കൻ കളരിക്കാർ നിങ്ങളുടെ നീളം കുറവാണ്, ഞങ്ങൾ കണ്ടില്ല വിസ്തരിച്ച് കാണിക്കുന്നു എന്നുള്ള 2 തരത്തിലുള്ള സമീപനമാണ് അതിലുള്ളത്. കൂട്ടത്തിൽ പറയട്ടെ, വളരെ പ്രധാനപ്പെട്ട കാര്യം, വടക്കേ മലബാറിലുള്ള കല്ലടിക്കോടൻ ശൈലിയിലും കാനാ കണ്ണൻ നായരൊക്കെ ഈ പറയുന്ന 16 പകരം 32 തന്നെയാണ് കാണിക്കാറെന്നുള്ളത് ഞാൻ അറിഞ്ഞു. അപ്പോൾ അതിനർത്ഥം ഈ മധ്യ കേരളത്തിൽ മാത്രമാണ് ഈ എഡിറ്റിംഗ് നടന്നത്. നമ്മൾ കിള്ളിമംഗലവും MPSഉം പറഞ്ഞ പുസ്തകത്തിൻ്റെ പടർച്ച പ്രകാരം തെക്ക് എന്ന് പടർന്നത് ഒരു ഓടനാടും അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ വൈക്കം കായലിൻ്റെ പ്രദേശം വരെയൊക്കെ എത്തിയതിന് ശേഷം തൃപ്പൂണിത്തുറ മുതൽക്കൊരു പെരിന്തമണ്ണ വരെ അല്ലെങ്കിൽ ഒരു കോഴിക്കോടിൻ്റെ അതിർത്തി വരെയൊക്കെ ആയിട്ട് അത് എഡിറ്റഡ് ഇതിൽ പോയിട്ട് പിന്നീട് വടക്കോട്ട് വീണ്ടും 32ലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കടത്തനാടൻ ശൈലി കല്ലടിക്കോടൻ ശൈലിയിലൊന്നും ഈ 16 അതൊരു മാറ്റം. അത് കഴിഞ്ഞ് ഇനി ഞാൻ ചെറുതായിട്ട് ഓരോരുത്തരെ പറയാൻ സമയമുള്ളൂ. ഈ ഒരു മിനിറ്റ്,
ഒരു കൗതുകം, തെക്കൻ ശൈലിയിൽ ഇത് മാത്രമല്ല, ഈ കേകികളുടെ ആട്ടം കഴിഞ്ഞ് ഈ ഉദ്യാനവർണ്ണയും കഴിഞ്ഞ്, എപ്പോഴും അറിയാലോ കത്തിവേഷങ്ങൾക്ക്, ഞാൻ ആരോ മുല്ലപ്പള്ളി മുരളി മാഷോടാണ് പറഞ്ഞത്, കത്തിവേഷങ്ങൾക്ക് കുട്ടികളുണ്ടായിട്ടുള്ളത് അത്ഭുതമാണെന്ന് പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഈ രതിഭംഗം ഉണ്ടാകുന്ന കൂട്ടർ, അവർ പുറപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഒരു തടസ്സം ഉണ്ടാവും. അപ്പോൾ അന്നും ഈ എന്തോ ഒരു തടസ്സം നോക്കിയപ്പോൾ നക്രതുണ്ടിയുടെ വരവാണ്. അപ്പോൾ ഈ കാര്യത്തിൻ്റെ ശബ്ദം നടിക്കണതിൻ്റെ പ്രോഗ്രഷൻ, പൊതുവേ കഥകളിയുടെ ലോജിക്കുണ്ട്. ആദ്യം കേട്ടു എന്ന് കഴിഞ്ഞിട്ട് വെറുതെ വിടുകയാണ്. രണ്ടാമത്തേൽ കേട്ടു ഇതെന്തോ കുറച്ച് അപകടമാണല്ലോ, പിന്നെ എന്തോ ആവട്ടെ കൊണ്ട് പിന്നെ വിടും. പിന്നെ മൂന്നാമത്തേലാണെന്ന് ഇനി ഒട്ടും വിട്ടുകൂടാൻ കൊണ്ട് മൂന്നാമത്തെ ഒരു ഘട്ടം വരിക. അപ്പോൾ ഇത് ഈ തെക്കൻ ശൈലിയിൽ നിന്ന് നമ്മൾ ഇന്ന് പറയുന്ന മടവൂരാശൻ്റെ സമ്പ്രദായത്തിൽ കത്തിവേഷം ഇരുന്നിട്ടും സ്ത്രീവേഷം നിന്നിട്ടുമാണ് കാണുന്നത്. എന്ന് മാത്രമല്ല, ഇതൊക്കെ കേൾക്കാൻ പാകത്തിന് അവൾ ആ മടിയിലേക്ക് ചാഞ്ഞിട്ട് വേണം ഇത് കേൾക്കാൻ. അത് പ്രത്യേക ഒരു പോസ്റ്ററാണത്. നമുക്ക് ഈ രാമുട്ടിയാശൻ്റെ ശൈലി അല്ലെങ്കിൽ കല്ലുവഴി മട്ട് പരിചയമുള്ളവർക്ക് കുറച്ച് വിചിത്രമായിട്ടും തോന്നും. ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ ലക്ഷണങ്ങളും കൽപ്പിക്കാം. അങ്ങനെയാണ് പിന്നെ ഇതിനെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തിലും ഒരു മാറ്റം ആ അർത്ഥത്തിലുണ്ട്. കാനാകണ്ണൻ നായർ എൻ്റെ കഥയിൽ പിന്നീട് ഒരു ഭാഗത്തും കൂടി വരും. എനിക്ക് അത്രേ അറിയുള്ളൂ അദ്ദേഹത്തിനെക്കുറിച്ച്. ഇനി ഞാൻ പറയുന്ന ഭാഗത്ത് എനിക്ക് പറയാൻ ഇഷ്ടമുള്ളത്, ഈ നരകാസുരൻ വരുന്ന സമയത്ത് നരകാസുരൻ്റെ ധാരണയിൽ ഈ നക്രതുണ്ടി വന്നു തുടങ്ങിയ സമയത്ത് അതോട് കൂടിയിട്ട് അതിൻ്റെ മട്ട് മാറി. കാരണം അത് പിന്നെ ഒരു കൊഴുപ്പിലേക്ക് മാറുകയാണ്. അതുവരെ ലാഘവത്തിൽ കഥയ്ക്കൊരു മുൻപാക്കം പോകാൻ യാതൊരു രീതിയിലുള്ള താല്പര്യവും ഇല്ലാഞ്ഞ സമയത്ത് ആണ് പെട്ടെന്ന് ഈ നാടകീയമായിട്ട് പെങ്ങൾ തിരിച്ചു വരണതൊക്കെയായിട്ട്. ഞാൻ മുമ്പ് പറഞ്ഞ ഭാവനകളിൽ ഒന്നാണ് ഈ നക്രതുണ്ടി. നക്രതുണ്ടി എന്നൊരു കഥാപാത്രം നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി ചോദിച്ചാലും കൂടി അവർക്ക് അറിയുന്നുണ്ടാവില്ല. നല്ലോണം ഭാഗവത പാരായണം നടത്തുന്ന എന്നാൽ കഥകളിയായിട്ട് പരിചയമില്ലാത്ത ഏതെങ്കിലും വയസ്സായ ഒരു മുത്തശ്ശിയോട് ചോദിച്ചാൽ അവർക്കും അറിയുന്നുണ്ടാവില്ല. വടക്കേ ഇന്ത്യയിലേക്ക് ഇങ്ങനെ ഒരു സംഗതി തന്നെയില്ല. അപ്പോൾ അത് ഈ കഥയ്ക്കൊരു ത്വരകം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ താടകയല്ല, മറ്റേ ശൂർപ്പണഖയൊക്കെ പോലെ തന്നെ അതേ ഫോർമുല ഉപയോഗിച്ച് ഒരാളെ അരിഞ്ഞു വിടുക, അപ്പം പകയുണ്ടാവും, അപ്പം അതിനൊരു ഊർജ്ജം കൂടും എന്നുള്ളൊരു സങ്കേതം ഉപയോഗിച്ചിട്ട് കാർത്തിക തിരുനാൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഭാഗത്ത് തന്നെ ഈ മൂക്കും മുലയും അരിയ എന്നുള്ളതും ഒരത്ഭുതമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതും വടക്കേ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാലോ പൊതുവെ പുരാണം വെച്ചിട്ടുള്ളവർക്ക് ഈ മുല അരിഞ്ഞിട്ടുള്ളത് കേട്ടിട്ടില്ല അവർ. നമ്മൾ ചാക്യാരൂപത്തിലൊക്കെ പറയുമ്പോൾ ചാക്യാർ വളരെ എളുപ്പം അതിനെ ഡിസ്പോസ് ചെയ്യുന്നത് കേൾക്കാം. മൂക്കാണ്ട് അരിഞ്ഞു, ആ താഴത്തും രണ്ടെണ്ണം അങ്ങനെ നിന്നിരുന്നു, അതും പോയി, അങ്ങനെ പറയുള്ളൂ. അപ്പം അത് മനഃപൂർവ്വമാണെന്ന് പറയണില്ല. മാറരിഞ്ഞ് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, മൂക്കരിഞ്ഞപ്പോൾ മാറും പോയി എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ വികൃതമായിട്ടുള്ള രൂപത്തിൽ വന്നിട്ടുള്ളൊരു ആളെയാണ് ഈ നക്കർതുണ്ടിയുടെ നിണം വേണ്ട എന്നുള്ളതും അതിനൊരു തരം പരിഷ്കാരക്കുറവുണ്ടെന്ന് തോന്നിയത് കൊണ്ടാവാം ക്രമേണ അതിന് ഒരു നിഷ്കാസനം ഉണ്ടായതും പിന്നീട് ഒരു പഴയകാല സ്മൃതി തിരിച്ചു വന്നോട്ടെ എന്നുള്ള പോലെയാണ്. ഇപ്പോൾ ഒക്കെ ഇടയ്ക്ക് നമ്മൾ ഈ പന്തത്തിൻ്റെ മാത്രം വിളിച്ചിട്ട് കഥകളി വയ്ക്കും എന്നൊക്കെ പറയില്ലേ, ശബ്ദമില്ലാതെ കച്ചേരി മൈക്കില്ലാതെ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയ എക്സോട്ടിക് വാല്യൂവിൽ ചെയ്യുന്നതാവാം ഇപ്പോഴത്തെ കണക്കിൽ നീളം ഉള്ളൂ. കാരണം നമുക്ക് ഈ തെയ്യത്തിൻ്റെയും പടയണിയുടെയും അതിലുപരി മുടിയേറ്റൻ്റെയൊക്കെ ഒരു ഛായ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ കഥകളി ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ നാട്ടുകാർക്കായിട്ട് ചെയ്യുന്നൊരു സംഗതി കൂടിയാണത്. അപ്പം അങ്ങനെ ഇതിനെ വന്നതിന് ശേഷം ഇവളോടുള്ള ചോദ്യങ്ങൾ, ഈ ശബ്ദങ്ങൾ വരുന്നതിന് മുൻപുള്ള എന്തൊക്കെയാണെന്നുള്ളത് അറിയുമ്പോൾ ഒന്ന് ഈ മലകൾ കൂട്ടിമുട്ടുകയാണോ, സ്ഥിരം ആട്ടങ്ങളാണ്. സമുദ്രത്തിൻ്റെ തിരമാലകൾ വീശിയടിക്കുന്നതാണോ, അതൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാസുപിഷാരുടെ ഇത് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം അവിടം കൊണ്ട് തന്നെ ഒരു നരകാസുരൻ്റെ വധം ഭാഗത്തൊക്കെ എത്തുമ്പോഴുള്ള തരം ഒരു സ്വരൂപത്തിലേക്കുള്ള ബിൽഡപ്പ് അവിടുന്ന് കൊടുക്കുന്നതായിട്ട് തോന്നും. രാമൻകുട്ടി നരകാസുരൻ അത്ര തന്നെ അവിടെ ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു മൂർച്ച കൂടുതലും, പ്രത്യേകിച്ച് ഞാൻ പറയാം, ഇപ്പോൾ ഈ
പർവ്വതങ്ങളുടെ ചിറക് വെട്ടി ഇന്ദ്രൻ. എവിടെ പർവ്വതം, എവിടെ പർവ്വതം, പർവ്വതം. ആ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഇന്ദ്രൻ ഇപ്പോൾ ഇത്ര ചോദിക്കേണ്ടതുണ്ടോ എന്ന് തോന്നാം. അത് പക്ഷേ ഈ നരകാസുരൻ്റെ ഒരു ഊർജത്തിന് സഹായകമായിട്ടാണ് തോന്നാറുള്ളത്. അത് വളരെയധികം എഫക്റ്റീവായിട്ട് രാമൻകുട്ടി നായരാശാൻ്റെ തന്നെ ശരീരഭാഷയുടെ ഒരു തരം കേന്ദ്രീകൃതമായിട്ടുള്ള ശൈലിയാണ് വാസുപിഷാരടി പിന്തുടർന്ന് പോകുന്നതെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ഒരു ചട്ടമ്പി, ഒരു പറമ്പത്തരം എന്ന് പറയാൻ വയ്യെങ്കിലും ഒരു തരം കേടി മട്ട് കൂടുന്നൊരു നരകാസുരനായിരുന്നു വാസുപിഷാരടി എന്നുള്ളത് വേണം പറയാൻ. തുടർന്നുള്ള ഭാഗത്ത് ഈ ലളിത. അപ്പോൾ ഈ നക്രതുണ്ടിയുടെ ഒരു ചെറിയ പശ്ചാത്തലം കൂടിയും പറഞ്ഞിട്ട് 2 ജമ്പുകൾ അവിടെയും വേണം. കാരണം ഇതിൽ 3 വേഷമാണ് പ്രധാനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേഷത്തിൻ്റെ ഒരു ഭാഗം ഞാനിപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നീട് ഒന്നുള്ളത് നക്രതുണ്ടിയാണ്, പിന്നെ ഒന്നുള്ളത് ലളിതയാണ്. ഇതതിൻ്റെ പ്രാധാന്യപ്രകാരം പറഞ്ഞതല്ല, 3ഉം പ്രധാനമാണ്. ലളിത ഒട്ടും കുറഞ്ഞ വേഷമല്ല. പക്ഷേ ലളിതയിൽ ഞാൻ അധികം ഇപ്പം ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ചൊരു സമയപരിമിതിൻ്റെ വേറൊരു ചില കാരണങ്ങളുണ്ട്. നക്രതുണ്ടിയുടെ കാര്യം ചെറുതായിട്ടൊരു ഓർമ്മപ്പെടുത്തി പറയട്ടെ. നക്രതുണ്ടിയിൽ നമ്മൾ വാസ്തവത്തിൽ നോക്കുന്ന നക്രതുണ്ടിയിലൊക്കെ വളരെയധികം ക്രൗര്യം ആണ് കൽപ്പിക്കാറുള്ളത്. കാണുമ്പോൾ തന്നെ ഒരു വിരൂപിണി, പിന്നെ ദംഷ്ട്രം, പിന്നെ ഒരു തരം മെരുങ്ങായക പക്ഷേ ഞാൻ അവിടെ ഒരു സ്പെസിമനായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപോലെ സ്വാധീനം എന്നോ അല്ലെങ്കിൽ സമ്മതനും ആയിരുന്ന നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ഓർമ്മിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ നക്രതുണ്ടി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വളരെ സാധുവായ, വളരെ അധികം ഒറ്റപ്പെട്ട, സഖിമാരില്ലാത്ത, പുരുഷന്മാർ ശ്രദ്ധിക്കാത്ത, എന്നാൽ സ്ത്രീകളുടെയെന്ന് നമ്മൾ പൊതുവെ പറയുന്ന പല കാമനകളും ഉള്ള ചേഷ്ടകൾ കാണിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. ആ ഒരു തരം വൈപരീത്യം കാണാം. നോക്കുന്ന നക്രതുണ്ടിയല്ല, തിരശ്ശീല നീക്കിക്കഴിഞ്ഞാൽ കാണുക. അവൾക്ക് പൊട്ടു തൊടണം എന്ന് മാത്രമല്ല, അവളുടെ രംഗപ്രവൃത്തികളിൽ 2 ഘട്ടത്തിലുള്ള വേഷം മാറലുണ്ട്. ഒന്ന്, അവൾ അത്ര നേരം ഉള്ളതിനേക്കാട്ടിലൊക്കെ ഒന്ന് സുന്ദരിയാവാൻ തോന്നുന്നു. വാസ്തവത്തിൽ അത് വരാൻ പോകുന്നതിൻ്റെ ഒരു പടിക്കെട്ട് പോലെ തോന്നാം. ചാന്ത് പതിവുള്ള ആട്ടങ്ങളൊക്കെ തന്നെ, ചേല ചുറ്റ, പാന്ത്, മറ്റേ തലമുടി പേരെടുക്കണു, അങ്ങനെ. പക്ഷേ പിന്നീട് ഈ ജയന്തൻ്റെ ഭാഗത്ത് അങ്ങനൊരു നിയോഗം വന്നപ്പോഴാണ് വാസ്തവത്തിൽ ഈ നക്രതുണ്ടി തന്നെ ശരിയായ രീതിയിൽ മുഴുവൻ മാറിയിട്ട് സുന്ദരിയായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു പ്രിലിമിനറി നമ്മൾ ആദ്യം കണ്ടു. നമ്മളപ്പോൾ ആലോചിച്ചിരിക്കാൻ ഉറപ്പില്ല. കഥ അറിയുന്നവർക്കൊക്കെ അങ്ങനെ തോന്നാമെന്നുണ്ടെങ്കിലും രണ്ടാമത്തൊരു ഹൈൻസൈറ്റിലേ അത് തോന്നുള്ളൂ പലപ്പോഴും, ഇതിൻ്റെ ഒരു തുടക്കമായിരുന്നില്ല എന്നുള്ളത്. അത് അതിൻ്റെ ഒരു ടെക്നിക്ക് മാത്രം. അത് ഞാൻ കാർത്തിക തിരുനാളിനോ കപ്ലിങ്ങാട് നമ്പൂതിരിക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു തരം വൈപരീത്യം എന്നോ ദ്വിധ്രുവതാണെന്നോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അങ്ങനെ ഒരു 2 തരം ഭാവങ്ങൾ ഒരു സ്ത്രീയിൽ സമ്മേളിച്ചിട്ടുള്ളതായിട്ട് ഇതിലേതാണ് ശരിയായ നക്രതുണ്ടി നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ മുൻപാക്കം പോകുന്നൊരു രംഗപ്രഭാവമായിരുന്നു നെല്ലിയോട് തിരുമേനിയുടെ നക്രതുണ്ടികൾ എല്ലാം. വേറെ തെക്ക് ആൾക്കാരുണ്ടാവും, വടക്ക് ആൾക്കാരുണ്ടാവും. സമയപരിമിതി മൂലമൊന്നും അതൊന്നും പറയണില്ല എന്ന് മാത്രം. മരിച്ചുപോയവരുടെ കാര്യം കൂടി വേണമല്ലോ പറയാൻ. ലളിതയുടെ കാര്യം വേഗം പറഞ്ഞു പോട്ടെ. ലളിതയിൽ കഴിഞ്ഞ തലമുറയിൽ വലിയ വേഷക്കാരായിട്ട് നമ്മൾ പറയാറുള്ളത് സ്വാഭാവികമായിട്ടും അന്നത്തെ വലിയ സ്ത്രീ വേഷക്കാരായിരുന്ന തെക്ക് കുടമാളൂർ കരുണാകരൻ നായരും വടക്ക് എന്ന് പറയുന്ന മധ്യ കേരളത്തിലെ കോട്ടയ്ക്കൽ ശിവരാമനുമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പല നരകാസുരോധം കണ്ടിട്ടും ഇവരുടെയൊന്നും ലളിത കണ്ടതായിട്ട് വലിയ ഓർമ്മ പോരാ. കുടമാളൂരിൻ്റെ ഞാൻ ലളിതയായിട്ട് കണ്ടിട്ടുള്ളത് തന്നെ മറ്റേ കൃമീരവത്തിലേ ഉള്ളൂ. ശിവരാമേട്ടൻ്റെയും എന്തോ എനിക്ക് അതിന് മുഴുവൻ തെളിഞ്ഞ് കിട്ടുന്നില്ല. ഞാൻ അതിൻ്റെ തൊട്ട് പിന്നാലെ ഏറെക്കുറെ ഇഞ്ചക്കാട് രാമേന്ദ്രനെ പോലെ അല്ലെങ്കിലും മുഴുവനായിട്ട് സന്യസിച്ചിട്ടില്ലെങ്കിലും ഒന്ന് പിന്നാക്കം പോയിട്ടൊരു സ്വന്തം മാളത്തിൽ ഒതുങ്ങിയിട്ടുള്ള കലാനിലയം ഗോപാലകൃഷ്ണ കൂട്ടത്തിലൊന്നും ഓർമ്മിക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴും സജീവമായിട്ട് ഈ നാലുകൂടെ അടുത്ത് ഇടതിരിഞ്ഞ് എന്നുള്ള സ്ഥലത്ത് താമസമാണ്. ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ ഈ ഏണാങ്ക സദൃശ എന്നാണ് തോന്നുക വരി. ചന്ദ്രനെ പോലെയുള്ള
മുഖമുള്ള ജയന്തനോടുള്ള കാമാഭ്യർത്ഥനയിൽ പറയുന്നൊരു ചരണം തുടങ്ങുന്നതാണ്. അപ്പം സാധാരണ ഈ ചന്ദ്രൻ എന്നുള്ള മുദ്ര ഇങ്ങനെ കാണിക്കുന്നതിന് ഉപരി ഒരു നോട്ടം ആകാശത്തേക്ക് നോക്കുകയാണ്. 3 വർഷം മുമ്പ് സദനം കൃഷ്ണൻകുട്ടി ആശാൻ്റെ 80ാം പിറന്നാൾ കലാമണ്ഡലത്തിലുണ്ടായപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത്. കഥകളി കണ്ടിട്ട് അങ്ങനെ അധികം പൊട്ടിത്തെറിക്കുന്ന കാലമൊക്കെ കുറേയൊക്കെ പോയി. പക്ഷേ അത് കണ്ടപ്പോൾ കാരണം ആ നേരത്തെ അവിടെ ചന്ദ്രൻ ഉണ്ടെന്നുള്ളത് അല്ലെങ്കിൽ ഇത് അങ്ങനെയും നമുക്ക് ആലോചിക്കാമെന്നും നിലാവത്താണ് ഇവരുടെ പ്രണയത്തിൻ്റെ അഭ്യർത്ഥന ഇദ്ദേഹം ഇവൾ നടത്തുന്നതെന്നുള്ളത് ഞാൻ അങ്ങനെ ആലോചിച്ചില്ല. അത് അപ്പോൾ തോന്നിയതാണോ ഗോപാലകൃഷ്ണൻ അതോ പൊതുവേ ചെയ്യുന്നതാണോ, ഇനി ഇത് വലിയ കളരച്ചിട്ടയായിട്ട് ചില ഭാഗത്തുണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ല. ആ അരങ്ങത്തത് കണ്ടപ്പോൾ വളരെയധികം കൗതുകം തോന്നി. അങ്ങനൊരു ലളിത അവിടെ ഉള്ളത് ആ ഭാഗത്ത് അങ്ങനെ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ദംഷ്ട്രം ഉപയോഗിക്കുന്നതിൻ്റെ ടെക്നിക്കുകൾ, സങ്കേതങ്ങൾ എങ്ങനെ ഒന്ന് സമകാലികമാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്തയിലും കൂടിയാവാം. ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പറയുന്നത് കേട്ടോ. ഈ പറയുന്ന കലാകാരൻ വളരെ സജീവമായിട്ട് രംഗത്തുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന നേരത്ത് പറവൂർ കഥകളി ക്ലബ്ബിൽ ദമയന്തിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പേര് പീശപ്പള്ളി രാജീവൻ. അപ്പോൾ ഈ ദംഷ്ട്രം ഈ ലളിതയൊക്കെ അവസാന ഭാഗത്ത് മറ്റേ പരകായത്തിലേക്ക് പോകുന്ന നേരത്ത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോൾ ഈ പല്ലുകടിയും ഇതിനൊക്കെ ഒപ്പം ചില ഭാഗത്ത് ഈ ദംഷ്ട്രം വന്നിങ്ങനെ പോകുന്നതാണ്. ചെറിയൊരു സൂചകം മാത്രമാണ്, പക്ഷേ ഭയങ്കര ഫലമാണ് അതിന്. കാര്യങ്ങൾ മാറി എന്നുള്ളത് നമുക്ക് ഈ പല്ലുകടിയും ഇതിനൊക്കെ അപ്പുറം ചുണ്ടുകൂട്ടലിനൊക്കെ അപ്പുറം നമുക്ക് മനസ്സിലാവുന്നത് ഇവളാൾ ശരിയല്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ ആ സാരിക്ക് വരുമ്പോൾ ഉള്ള കാമം തന്നെ ഒരുതരം പന്തികേട് തോന്നുന്ന കാമമാണ്. പെട്ടെന്നൊരു പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത രീതിയിൽ പറഞ്ഞാൽ ഈ ഹിജടകളൊക്കെ നമ്മളോട് എന്തെങ്കിലും രീതിയിൽ അടുപ്പം കാണിച്ചു കഴിഞ്ഞാൽ പൊതുവെ പുരുഷന്മാർക്ക് തോന്നാവുന്നൊരു പേടിയുണ്ടല്ലോ. ആ ഒരു തരത്തിലുള്ള അനക്കങ്ങളാണ് രാജീവൻ്റെ ചെയ്യാറുള്ളത്. നമ്മൾ മുൻകാലങ്ങളിലെ പറയുന്ന കാരണം കൊണ്ട് ഈ ലളിതയും അങ്ങനെ ഏടുമറിക്കുന്നു. അപ്പം നരകാസുരൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ വാസുപിഷാരുടെ കാര്യം പറഞ്ഞു. വാസുപിഷാരുടെ ആശാനായിട്ടുള്ള വാഴയങ്കട കുഞ്ചുനായർ വളരെ കൗതുകരമായിട്ടൊരു കാര്യം ചെയ്തിരുന്നത്, ഈ അദ്ദേഹം ഇതിൽ പുകഴ്പെറ്റ വേറൊരാട്ടമായിട്ടുള്ള ഈ അഹല്യാമോക്ഷം അമ്പെ ഒഴിവാക്കിയിരുന്നു. പകരം അദ്ദേഹം എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൽ ധാരാളമായിട്ട് ഈ നമ്മുടെ ചാക്യാരൂത്തിൻ്റെ മട്ടിലുള്ള ചില അശ്ലീലങ്ങളും അങ്ങനെ സുഖിക്കണ്ട. അതിന് പകരം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വീരം കാണിക്കാൻ പറ്റുന്ന രീതിയിൽ, നരകാസുരൻ്റെ വീരം കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരാട്ടം ആലോചിച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ളതിൻ്റെ വിവരം സ്വാഭാവികമായിട്ട് എനിക്ക് 11 വയസ്സുള്ളപ്പോൾ മരിച്ചു. എനിക്ക് 1 വയസ്സുള്ളപ്പോൾ തന്നെ രംഗത്ത് നിഷ്ക്രമിച്ചു വാഴയങ്കട കുഞ്ചുനായരാജൻ. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള PV ശ്രീവത്സനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു സൗഹൃദ സംഭാഷണത്തിലൊരു മാസങ്ങൾക്ക് മുമ്പുണ്ടായതാണ്. അപ്പോൾ അതിഥി ദിതി അങ്ങനെ 2 സഹോദരിമാരിൽ അസുരന്മാരുടെ പക്ഷത്തായ ഈ ദിതിയുടെ വയറ്റിലുള്ള ഗർഭം തനിക്ക് പ്രശ്നമാണെന്നും തൻ്റെ ജീവൻ ആപത്താണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയ ഇന്ദ്രൻ, സ്വാഭാവികമായിട്ട് മറ്റേ പക്ഷത്തെ ദേവരാജാവായിട്ടുള്ള ഇന്ദ്രൻ അതിനെ കലക്കാനായിട്ട് വേഷം മാറിയിട്ടോ അല്ലാതെയോ അവിടെ ചെന്ന് കൂടി, വേഷം മാറിയിട്ട് തന്നെയാണ്, ഒരു സഹായി എന്നുള്ള നിലയ്ക്ക് അവിടെ കൂടിയിട്ട് ഈ ഗർഭത്തിലേക്ക് പ്രവേശിച്ച് 7x7 49 നമുക്ക് പരിചയമുള്ള ഇതിനൊക്കെ ഒരു 2 വെട്ട് കുറയും. 49 വെട്ട് വെട്ടി ആ മറ്റേ ഗർഭം കലക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കടക്കുന്നതും വെട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഉത്ഭവത്തിലെ രാവണനൊക്കെ ചെയ്യുന്ന പോലെ ശൗര്യം കൂടിയിട്ടുള്ളൊരു ആട്ടത്തിന് സാധ്യതയുള്ള കാരണം കൊണ്ട് കുഞ്ചുനാരാശാൻ അത് ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നുവെന്നും, കുഞ്ചുനാരാശാൻ തന്നെ 40കളുടെ അവസാനത്തോടുകൂടി കത്തിവേഷം കെട്ടിൽ തീർത്ത് നിർത്തി. അദ്ദേഹം അവസാനത്തെ ഒരു ദശാബ്ദം, അദ്ദേഹം 61-62 വയസ്സായപ്പോഴേക്കും തീരെ വയ്യാതെയായി. വയ്യാതെയെന്ന് പറഞ്ഞാൽ പഴയ കണക്കിന് അതൊരു ചെറിയ രീതിയിലുള്ള ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള സാധനമായിരുന്നു. ഇന്നാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അത് വേറെ കഥ. അപ്പോൾ അങ്ങനെ ഈ
പിന്നീട് അദ്ദേഹം പൂർണ്ണമായിട്ട് പച്ചവേഷക്കാരനായിട്ട് 50കളിൽ മാറുകയാണ് ചെയ്തത്. പക്ഷേ അതുവരെയുള്ള കത്തിവേഷങ്ങളുടെ അദ്ദേഹം ചെയ്തിരുന്ന ഈ 60കളിലൊക്കെ ചെയ്തിരുന്ന കത്തിവേഷങ്ങളുടെ ഒരു ഭാഗം ഈ നരകാസുരനിൽ ഇങ്ങനെ ചെയ്യാറുണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള കുഞ്ചനാശൻ പറഞ്ഞു. അതിനൊരു ഉപോത്ബലകമായിട്ട് അതിനെങ്ങനെ അദ്ദേഹത്തിൻ്റെ ആശാൻ ആയിട്ടുള്ള പട്ടിക്കാന്തൊരു രാവുണ്ണിമേനോൻ ഒരരങ്ങത്ത് വെച്ചിട്ട് കുഞ്ചരാശൻ ലേശം സേവിച്ച ദിവസമായപ്പോൾ അദ്ദേഹം പട്ടിക്കാന്തൊരു രാവുണ്ണിമേനോൻ പിന്നിൽ വന്ന് പാടി എന്നും, അത് അമ്പലപ്പാറയല്ല, ചത്തല്ലൂരല്ല, ആ ഭാഗത്ത് എവിടെയാണ്, കാലം പതിവുള്ളതിനേക്കാൾ 32 തന്നെ നല്ലോണം പതിഞ്ഞിട്ടു എന്നും, അങ്ങനെ പതിഞ്ഞിട്ടിട്ടും കുഞ്ചു എന്ന് അദ്ദേഹം വിളിക്കുന്ന നടൻ ഒട്ടും പഴയ്ക്കാതെയും പകയ്ക്കാതെയും ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇനിയൊക്കെ നരകാസുരനൊക്കെ ഭദ്രാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ചെയ്തതെന്നുള്ളതും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലൊരു ചെറിയ നർമ്മം രാമകുട്ടിയാശാൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, രാമകുട്ടിയാശാൻ്റെ കാര്യത്തിൽ ഒരിക്കലും നർമ്മമായിട്ട് അദ്ദേഹം നരകാസുരൻ കാണാനേ പറ്റില്ല. എന്ന് വെച്ചാൽ ഏറ്റവും കനപ്പെട്ട വേഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെയും നരകാസുരൻ്റെ തന്നെ നരകാസുരന്മാർ കണ്ടിട്ടുള്ള ഏറ്റവും കനപ്പെട്ട വേഷം കഥകളിയിലും രാമകുട്ടിയാശാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അരങ്ങത്തെ ഒരു പാലക്കാട് ഭാഗത്ത് നല്ല ചൂടുള്ള സമയത്ത് ഈ ഉണ്ടായൊരു അനുഭവശകലം കണ്ട ആൾക്കാർ പറഞ്ഞിട്ടുള്ളതായിട്ടൊരു ഭാഗം ആ സമയം എത്തുമ്പോൾ ഞാൻ പറയാം. എന്നാലും രാമൻകുട്ടി നരാശാൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ ഈ ഊർജത്തിൻ്റെ പ്രവാഹം എങ്ങനെ പാകപ്പെടുത്തി ചെയ്യാമെന്നുള്ളതും അവസാനം വരെ തളരാതെ എങ്ങനെ നിൽക്കാമെന്നുള്ളതും എല്ലാം കഴിഞ്ഞിട്ടുള്ള ഇരട്ടിയിലും അല്ലെങ്കിൽ മടങ്ങിപ്പോകുമ്പോഴും അത് ഉത്ഭവം മുതൽക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ് ഈ എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യാമെന്നുള്ളതിൻ്റെയും വലിയൊരു ലക്ഷണമായിട്ട് നമുക്ക് കാണാവുന്ന ഒരാളാണ് രാമകുട്ടിയാശാൻ. അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തന്നെ സമകാലികരായിട്ടുള്ള കുഞ്ചുനാരാശാൻ്റെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള കോട്ടയ്ക്കൽ കൃഷ്ണൻകുട്ടി നായർ ഈ അഹല്യാമോക്ഷത്തിൻ്റെ കാലത്തൊന്നും കളരിയിൽ ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യമായിട്ടൊന്നും മാറ്റാതെയാണ് അരങ്ങത്ത് ചെയ്യാറുള്ളത്. പലപ്പോഴും ഈ കളരിയിൽ ഇത് അധികം ചെയ്യാറില്ല. അത്ര ഇതെന്നോട് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യരിൽ പ്രമുഖനായിട്ടുള്ള കേശവൻ കുണ്ടലായരാണ്. അപ്പോൾ കളരിയിൽ ചെയ്ത് വളരെ സ്കെലിറ്റലായിട്ടുള്ള രൂപമുണ്ട് ഈ ഗൗതമുനിയുടെ കാര്യത്തിൽ. അത് വാസ്തവത്തിൽ അതുപടി സൂക്ഷിക്കുന്നത് വലിയ മസാലയോ കളറോ ചേർക്കാതെ അരങ്ങത്ത് ഞാനും കണ്ടിട്ടുണ്ട് പ്രവർത്തിച്ച് കലാമണ്ഡലം പത്മനാഭൻ നായരാണ്. അതായത് ഒരു 10-30 വർഷം മുമ്പ് ഈ വടക്കാഞ്ചേരി അടുത്ത് പള്ളിമണ്ണ അമ്പലത്തിൽ നരകാസുരൻ അന്ന് ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. കുറച്ച് ശാരീരിക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതും കൂടി ആവാൻ കാരണം ആ ഭാഗം കുറച്ച് ഓടിച്ചു പോയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് വളരെ ടെക്സ്ച്വലായിട്ടുള്ള പ്രൊസിഷനിൽ മാത്രം ചെയ്ത് വിശേഷിച്ച് അതിലേക്കൊന്നും ചേർക്കാതെ നിറക്കൂട്ടുകളൊന്നും ഇല്ലാതെ പിരിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് പത്മനാഭനെ കുറിച്ച് പറയാനുള്ള ഒരു ഭാഗം. കൃഷ്ണൻകുട്ടി നാരാശാൻ ഇങ്ങനെ ചെയ്യുമ്പോഴും കൃഷ്ണൻകുട്ടി നാരാശാൻ്റെയും കൂടി ശിഷ്യനായിട്ടുള്ള മറ്റൊരു കുഞ്ചുനായർ ശിഷ്യനായ കോട്ടയ്ക്കൽ ചന്ദ്രശേഖരവാര്യർ ഈ ഭാഗം ധാരാളമായിട്ട് വിസ്തരിക്കാറുമുണ്ട്. ഇനി ഇതിനിടയിൽ വരുന്ന ഒരാളാണ് ധാരാളമായിട്ട് വിസ്തരിക്കാമെന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് അശ്ലീലം പ്രയോഗിക്കാറുണ്ട്. അത് അദ്ദേഹം ആ ഭാഗങ്ങളിലൊക്കെ സാമാന്യം നല്ല സ്പെഷ്യലിസ്റ്റും കൂടിയായിരുന്നു വാസ്തവത്തിൽ. അത് ഈ ശിശുപാലൻ്റെ ആട്ടങ്ങളിലൊക്കെ കാണാം രാജ്യസൂയത്തിൽ. കീഴ്പ്പടം കുമാരനാശനെ സംബന്ധിച്ചോളം എന്നെ ഏറെക്കുറെ അവസാനത്തെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ എന്നോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള കെ ഹരികുമാർ സദനം പറഞ്ഞത് കളരിയിൽ ഈ പറഞ്ഞ 16 താളവട്ടത്തിൽ കേകി ചെയ്ത് അവസാനിപ്പിക്കുമ്പോഴും അരങ്ങത്ത് ചിലപ്പോൾ 18-20 എടുക്കും. അപ്പോൾ ആരോ ഒരിക്കൽ ചോദിച്ചു തരാം, എന്താ കുറച്ച് മീതുള്ള ആളാവുണ്ട്, കുമാരനൊന്നും അറിയില്ല, ഇത് 16 അപ്പോൾ ആശാൻ വളരെ കൂളായിട്ട് ചോദിച്ചു, ഇതൊക്കെ എണ്ണിക്കൊണ്ടിരിക്കാൻ എന്നൊക്കെയാണോ ആസ്വാദനം എന്നുള്ള മാതിരി ചോദിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് വളരെ ഗൗരവമായിട്ടൊരു മുഹൂർത്തത്തിൽ ആശാൻ പറഞ്ഞത് ഇതിങ്ങനെ ഈ 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പഞ്ചമകൂചിത സുഖോകലി എന്നൊക്കെ നമ്മൾ പാഞ്ചാലരാധനയിൽ അത് അപ്പോൾ 20 ചെയ്യാം, 22 ഇപ്പോൾ മുതിരതധിക അവർ ഇപ്പോൾ മുറി വേറെടുക്കുന്നതിനൊരു കണക്ക് നമ്മൾ ഇങ്ങനെ വെക്കണം. കുവലേവലോചനയ്ക്ക് എത്ര വേണമെന്നാണ് താളവട്ടം എന്നുള്ളതിനൊരു കണക്ക് വെക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ. അല്ലെങ്കിൽ ആളകമ്പടികളോട് 302 പ്രാവശ്യം ചെല്ലിച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം എന്നുള്ളൊരു കണക്കിലാണ് ഈ കീഴ്പ്പടം കുമാരനാശാൻ അത് പോയിരുന്നെന്നുള്ളതും ഈ നമുക്ക് ഉദ്യാനം നോക്കിക്കാണാം എന്നുള്ളത് ചോദിച്ചിട്ടൊന്നുമല്ലാതെ നേരെ ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കുക.
അത് പറഞ്ഞപ്പോൾ ഈ കേകി ആട്ടത്തിൽ ഞാൻ കൗതുകം ശ്രദ്ധിച്ചിട്ടുള്ളത് രാമൻകുട്ടി നരാശാൻ്റെയൊക്കെ കല്ലുവഴി ശൈലിയിൽ ഈ മറ്റേ ഇത് കഴിഞ്ഞ് ഇരട്ടി കഴിഞ്ഞ് തിരിച്ചു വന്ന് എന്താണ് ഈ മറ്റേ കേകളുടെ കണ്ടിതോ അല്ലേ, കണ്ടിതോ കേളികൾ കണ്ടിതോ എന്നുള്ളത് കല്ലുവഴി ശൈലിയിൽ ചോദിച്ചത് കണ്ടിതോ എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അതിനോടുള്ള സമീപനത്തിൻ്റെ വ്യത്യാസം വളരെ വ്യക്തമാകാം. മടവൂർ വാസുന്നേരമൊക്കെ കണ്ടിതോ അങ്ങോട്ട് ഇങ്ങനൊരു സാധനമുണ്ട്, കണ്ടില്ലേ എന്നുള്ളത്. ഇവിടെ വെച്ചാൽ ഞങ്ങളൊക്കെ വലിയ സ്ഥലമാണ്, കണ്ടില്ലേ, ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെ കാണാം ഇഷ്ടം പോലെ. അതിനൊരു ചെറിയൊരു ഒരു ആക്കക്കുറവും അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ ഒരു രീതിയിലുള്ള ഫോർമൽ അല്ലാതെയുള്ള രീതിയിലുള്ള സമീപനമായിട്ടുള്ളതാണ് ആ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ ശേഷിക്കുന്നത് അരമാഷ ആരെങ്കിലും ബാക്കിയുണ്ടോ? കഴിയാറായി. അല്ല, കീഴ്പ്പടംകുമാരൻ നായർ, കുഞ്ചു നായരാശാൻ, രാമൻകുട്ടി നായരാശാൻ, പത്മനാഭൻ നായർ, രാമൻകുട്ടി ആശാനെ കുറിച്ചും വിസ്തരിച്ച് വരാം, വാസുപിഷാരടി, ഓക്കെ. അപ്പോൾ അതിൽ രാമൻകുട്ടി നായരാശാൻ്റെ ഏറ്റവും വലിയൊരു സിദ്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ അനക്കങ്ങളുടെ മൂർച്ചയാണ്. ഇത് പലവട്ടം പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അതിൻ്റെ ഉദാത്തമായിട്ടുള്ള ലക്ഷണമൊക്കെ അവസാനം വരെയും സൂക്ഷിക്കും. ഇപ്പോൾ ഈ ഈ കുണ്ടലങ്ങൾ അതിഥിയുടെ അത് മുറിക്കുമ്പോഴൊക്കെ വാസ്തവത്തിൽ ആ കഥയുടെ വലിയൊരു ഡിഫൈനിങ് ആക്ടിലൊന്നാണത്. അയാൾ സ്വർഗം കട്ടുമുടിച്ചതിൻ്റെ വലിയൊരു സൂചകമാണത്. അത് ആശാൻ അതിന് ഓരോന്നിനും ഓരോ നിമിഷം 1.5 നിമിഷത്തേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ഫലമാണ്. കാരണം ഒന്നാമതെല്ലാം ജയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവള് പോലും നിസ്സാരയാണെന്നുള്ള ശൈല അത് ആ കയ്യിൻ്റെ കനക്കം. 2 ദിവസം മുമ്പ് സുബ്രഹ്മണ്യേട്ടൻ്റെ ഏതൊരു വീഡിയോ കണ്ടപ്പോൾ ഇന്ന് തന്നെയാണ് കണ്ടത്. സന്താനോപാലത്തെ ബ്രാഹ്മണൻ തെക്ക് ഇവിടെ ഉണ്ടായതാണ്. അപ്പോൾ അതിൽ കഷ്ടം എന്നാണ് മറ്റേ ഈ മൂഢ എന്നുള്ള ഭാഗത്ത് കൈ എറിയുമ്പോൾ ഈ കല്ലുവഴി കളരിക്കാർക്കൊക്കെ ഉള്ളതാണ്. കൈ പിന്നെയും ഒരു പ്രത്യേക ഒരു പോക്കാണത്, ടപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പോക്കാണത്, ഒരു ശക്തി വേറെ വരുവതിൽ. അപ്പോൾ അത് അതുപോലെയാണ് ഈ രാമൻകുട്ടിയാശാൻ്റെ ഈ ടക്ക് ടക്ക് രണ്ട് കൈ കൊണ്ട് വെട്ടുന്ന കഴിഞ്ഞു. അതിന് പിന്നെ അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ അറക്കല്ലോ അല്ലെങ്കിൽ ഒന്നുമില്ല. അത് കഴിഞ്ഞു അത് കളഞ്ഞു പോന്നു. കേശവകുണ്ടിലായ പറഞ്ഞ അദ്ദേഹം ഇതുപോലെ ഈ കൽപ്പവൃക്ഷം 2-3 എടുത്ത് വെറുതെ കൊണ്ടുപോകും. കാരണം അതിൻ്റെ ഉപയോഗമുണ്ട്. എന്നാൽ അത് മുഴുവൻ പറക്കി കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല, കാരണം കട്ടുമുടിക്കാണല്ലോ, ബാക്കിയുള്ളതൊക്കെ നശിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് പല രീതിയിലും ഇതിൻ്റെ ചില അനുരണനങ്ങൾ കാണുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് തോന്നി. കുണ്ടനായർ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കണ്ടപ്പോൾ. പിന്നെന്താണ് ഈ വടക്കേ മലബാർ ശൈലിയിൽ ഞാൻ മുമ്പ് പറഞ്ഞ കാനാകണ്ണൻ നായരുടെ ഒരു കൗതുകത്തിൽ അദ്ദേഹം ഈ സ്വർഗം കട്ടുമുടിക്കുന്നതിൻ്റെ തുടക്കമായിട്ട് ഇതിൻ്റെ വാതിൽ നമുക്കറിയുന്ന ശൈലിയിൽ ഇത് വന്നിട്ട് കല്ലുവഴിച്ചിട്ടയിലൊക്കെ കൈകൊണ്ടൊരു ഉന്തുമ്പോൾ അത് ചില നമുക്കത് ദേഹത്തു നിന്നും കണ്ണും ഒക്കെ അത് മനസ്സിലാവും. അതുകൊണ്ട് പൊടിഞ്ഞുകൊണ്ട് പോവുകയാണ്. വടക്കേ മലബാർ ശൈലിയിൽ അങ്ങനെയല്ലാന്നും കാനാകണ്ണൻ നായർ വളരെ വിദഗ്ധമായിട്ട് ഒറ്റ കാല് വെച്ച് ചവിട്ടി പൊളിക്കലായിരുന്നു എന്നും കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കൂടിയായിട്ടുള്ള സദനം ബാലകൃഷ്ണൻ പറഞ്ഞതാണ്. ബാലകൃഷ്ണേട്ടനും ചില സന്ദർഭങ്ങളിൽ ഈ 16 പകരം 32 എടുത്തിട്ടുണ്ടെന്നുള്ളതും അത് ചിലവാക്കിയിട്ടുള്ള സ്ഥലങ്ങൾ ഈ വടക്കേ മലബാറൊന്നും അല്ലാതും ചിലപ്പോൾ കോട്ടക്കൽ ട്രൂപ്പിൻ്റെ കൂടെ സഹകരിച്ച് മധ്യ കേരളത്തിലെ ചില അരങ്ങുകളിലൊക്കെ അദ്ദേഹം അത് ചെയ്യാറുണ്ടെന്നും സാമാന്യേന ചിലരൊക്കെ അതിനോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതും പറഞ്ഞു. ഇനി കൂടുതലായിട്ട് പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല. ഈ നരിപ്പറ്റ ആശാൻ്റെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ഈ നരകാസുരം കെട്ടിയത് ഒരു 10-15 കൊല്ലം മുൻപാവണം എന്ന് അദ്ദേഹത്തിൻ്റെ മകളും ശിഷ്യം ആയിട്ടുള്ള രജിത പ്രസാദ് പറയുന്നു. ഞാൻ കണ്ടില്ല. കാർമണ്ണ അദ്ദേഹത്തിൻ്റെ സ്വദേശമായിട്ടുള്ള കാർമണ്ണ വെച്ചിട്ട് തന്നെയായിരുന്നു അത്. അപ്പോൾ അവിടെ അന്ന് കോട്ടയ്ക്കൽ ദേവദാസന് നീണമൊക്കെ ആയിട്ടുള്ളൊരു അരങ്ങായിരുന്നു എന്നും ആദ്യം എന്നും ത്രസിച്ച് നിൽക്കുന്ന ഒരു വേഷമായിരുന്നു എന്നും അവർ ഓർമ്മിക്കുന്നു. അതിലാദ്യ അന്തം എന്നുള്ളത് പ്രധാനമാണ്. കാരണം നരിപ്പറ്റ ആശാൻ പിന്നീട് ചില ചെറുപ്പക്കാരോട് അവരുടെ ചൊല്ലിയാട്ടവും അരങ്ങ് പ്രകടനവും കണ്ടിട്ട് പറയാറുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ, ഇത്രയൊന്നും ഊറ്റം വേണ്ട. 2 ദോഷമാണ്. ഒന്ന്, അതിനൊരു പാകം വന്നാലാണ് അതിൻ്റെ ഭംഗി. അത് രാമൻകുട്ടി നായർക്കുള്ളൊരു സൂചകമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ
ആദ്യത്തെ ഊറ്റം വല്ലാതെ അധികമായാൽ അവസാന ഭാഗമാകുമ്പോഴേക്കും തളരാനും മതി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്ന്. അപ്പോൾ അങ്ങനൊരു ഒരു ഉപദേശം പുതിയ തലമുറയ്ക്ക് നൽകാൻ പ്രാപ്തനായിട്ട് കുറച്ചു കാലം നല്ലോണം വിരാജിച്ച നെരിപ്പറ്റ നാരായണ നമ്പൂതിരിക്കുള്ള ഒരു ആദരസൂചകത്തിനൊപ്പം തന്നെ ഈ ക്ലബ്ബ് 60 വയസ്സ് തികയുന്ന ഈ വേളയിൽ അതിനേക്കാൾ ഒരു 6 വയസ്സ് കുറഞ്ഞ എന്നെ പഴയ ആൾക്കാരെ പറ്റി പറയാൻ വിളിച്ചതിൽ സന്തോഷവും പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടിയിരിക്കാം, കുറഞ്ഞിരിക്കാം. ഞാനും കുറേയൊക്കെ എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം. നടന്മാരുടെ അവതരണ രീതികളെക്കുറിച്ച് ശ്രീവത്സൻ തിയാടി വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നല്ലൊരു പ്രസംഗമാണ് ഇന്നിവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. കഥകളി ക്ലബിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.